എല്ലാവരും ചോദിക്കുന്നൊരു വളരെ വിചിത്രമായൊരു ചോദ്യമുണ്ട്. സാർ, നമ്മൾ CPL എടുത്താൽ നമുക്ക് ജോലി ഉറപ്പാണല്ലോ അല്ലേ സാർ? ഇറ്റ് ഈസ് ടൈം ദാറ്റ് വി അഡ്രസ് ദിസ്. DGCയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി 25,000 പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ പോഡ്കാസ്റ്റിൽ എന്താണ് ഒരു പൈലറ്റിൻ്റെ ജോലി, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു പൈലറ്റിന് വേണ്ടത്, എന്തൊക്കെ കരിയേഴ്സാണ് ഒരു എയർലൈൻ അല്ലാതെ ഒരു പൈലറ്റിന് അവൈലബിൾ, പിന്നെ ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണ്, ദി ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ ആരാണ്, പിന്നെ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം ടാറ്റ്സ് 120 പ്രോഗ്രാം ഇതെന്താണ്, അതും ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും അലട്ടുന്ന ഒരു ചോദ്യമാണ്. ഇത്രയും പൈസ മുടക്കി, അതായത് 50 മുതൽ 60 ലക്ഷം രൂപ വരെ മുടക്കിയിട്ട് ജോലി ഇല്ലെങ്കിലോ എന്ന് പറയുന്നൊരു വലിയ ചോദ്യം നമ്മൾ അലട്ടുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ 100,000 ചോദ്യങ്ങളുടെ ഉത്തരം ഈ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് ചിൻറ്റു കാർത്തികേയൻ. ഞാൻ ദി ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ടാറ്റ്സ് എന്ന് പറയുന്ന പൈലറ്റ് ട്രെയിനിങ് സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നടത്തുന്ന വെബിനാറുകളിൽ ഒരേ ചോദ്യം ഒരുപാട് പ്രാവശ്യം ആൾക്കാർ ഫോണിലും അല്ലാതെയും ചോദിച്ചു തുടങ്ങുമ്പോൾ ഇതേപോലെ ഞാൻ മൈക്കും ലൈറ്റും ഒക്കെ വാടകയ്ക്ക് എടുത്ത് സംസാരിക്കാൻ വരുമെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞു, എല്ലാവരും അടുത്ത ഡിസിഷൻ പൈലറ്റ് ആവണോ, എൻജിനീയർ ആവണോ, ഡോക്ടർ ആവണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാവണം. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഈ എൻക്വയറീസിനകത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കുന്നൊരു വളരെ വിചിത്രമായൊരു ചോദ്യമുണ്ട്. സാർ, നമ്മൾ CPL എടുത്താൽ നമുക്ക് ജോലി ഉറപ്പാണല്ലോ അല്ലേ സാർ? ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ടൈം ദാറ്റ് വി അഡ്രസ് ദിസ്. അതായത് DGCയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി 25,000 പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, 65 വയസ്സിന് താഴെ. ഓക്കെ, ഇതിനകത്ത് എല്ലാം പെടും. ATPL പെടും, CPL പെടും, ഹെലികോപ്റ്ററിൽ CPL പെടും, PPL പെടും. ഓക്കെ, നമുക്കിതിൽ നിന്ന് ആകെ ATPL, എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്, അതായത് എയർലൈനിൽ ക്യാപ്റ്റനായി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ATPL. അത് കഴിഞ്ഞ് CPL, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, അതും പ്ലെയിൻസിൽ, ഫിക്സഡ് വിങ്സിൽ. ഇത് മാത്രം കൺസിഡർ ചെയ്താൽ ഏതാണ്ട് 22,531 പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സ് ഉണ്ട് കറൻ്റ്ലി. നമുക്കിനി ഞാൻ ഇടയ്ക്ക് വെച്ച് വായിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 2025 മാർച്ചിലാണെന്ന് തോന്നുന്നു, ടൈംസ് നൗവിൻ്റെ ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഏതാണ്ട് 11,000 പൈലറ്റ്സ് എയർലൈൻസ് എംപ്ലോയ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ഒരു കണക്കെടുത്ത് നോക്കി അത് കറക്റ്റായിരിക്കും. കാരണം ഇന്ത്യയിൽ ഏതാണ്ട് 850 എയർക്രാഫ്റ്റ്സ് ഉണ്ട്. ഈ 850 എയർക്രാഫ്റ്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ 14 പൈലറ്റ് പെർ എയർക്രാഫ്റ്റ് വേണമെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 11,000 സംതിങ് പൈലറ്റ്സിൻ്റെ ആവശ്യമുണ്ടാവും. ഈ എയർക്രാഫ്റ്റ് എല്ലാം 12 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യും. ഇനി പല ടൈപ്പ് എയർക്രാഫ്റ്റ് ഉണ്ട്. വൈഡ് ബോഡി ഉണ്ട്, നാരോ ബോഡി ഉണ്ട്. വൈഡ് ബോഡിക്ക് കൂടുതൽ പൈലറ്റ്സിന് വേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഒരു 12,000 നമുക്ക് കൺസിഡർ ചെയ്യാം. 12,000 പൈലറ്റ്സിനെ എയർലൈൻസ് എംപ്ലോയ് ചെയ്യണം. അപ്പോഴും 10,531 ലൈസൻസ് ഹോൾഡേഴ്സ് ഇപ്പോഴും ഈ മൊമെൻറ്റിൽ ജോലി അന്വേഷിക്കുന്നവരാണ്. ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ നിങ്ങൾ CPL എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടില്ല. CPL എവിടെ എടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു, ഹൗ ഡു യു ഗെറ്റ് ട്രെയിൻഡ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ എങ്ങനെ ട്രെയിൻ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ 100,000 ചോദ്യങ്ങളുടെ ഉത്തരം ഈ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഒരു പൈലറ്റിൻ്റെ ജോലി, അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. രണ്ടാമത്, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു പൈലറ്റിന് വേണ്ടത്. പിന്നെ ഒരു പൈലറ്റ് ആവാനുള്ള എൻറ്റയർ ജേണി 0 അവർ തൊട്ട് അവർക്ക് CPL കിട്ടുന്നത് വരെ. 3, എന്തൊക്കെ കരിയേഴ്സാണ് ഒരു എയർലൈൻ അല്ലാതെ ഒരു പൈലറ്റിന് അവൈലബിൾ. പിന്നെ ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണ്, ദി ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ ആരാണ്. പിന്നെ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം ടാറ്റ്സ് 120 പ്രോഗ്രാം ഇതെന്താണ്, അതും ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യം ഞാൻ ഇതിനകത്ത് കവർ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പൈലറ്റിൻ്റെ ജോലി എന്താണെന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, പിന്നെ ഒരു റിയാലിറ്റി ഉണ്ട്. നിങ്ങൾ കാണുന്നത് യൂണിഫോം, വെള്ള കളറ് ഷർട്ട്, വിങ്സ്, ക്യാപ്പ്,
സ്യൂട്ട്, എൻ്റെ പെട്ടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നു. പുറകെ കുറച്ച് എയർ ഹോസ്റ്റസുകൾ നടക്കുന്നു. പിന്നെ ലോകമെല്ലാം ട്രാവൽ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്നത്. എന്നാൽ ഇതല്ല റിയാലിറ്റി. കോക്പിറ്റ് ഈസ് എക്സ്ട്രീംലി ടെക്നിക്കൽ. ഇറ്റ് ഡിമാൻഡ്സ് ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് അൺഗ്ലാമറസ് ആൻഡ് വെരി ഡിമാൻഡിങ്. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഒരു 40 മിനിറ്റ് ഫ്ലൈറ്റിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന പൈലറ്റുണ്ട്. അദ്ദേഹം ബാഗുമായി കോ പൈലറ്റിൻ്റെ കൂടെ കയറി വരുന്നു, അനൗൺസ് ചെയ്യുന്നു, എന്നിട്ട് എയർക്രാഫ്റ്റ് എടുക്കുന്നു. ഇത് നിങ്ങൾ കാണുന്ന വ്യൂ. എന്നാൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ദിസ് ജോബ് ഇസ് ലൈക്ക്. നിങ്ങൾ ഈ എയർക്രാഫ്റ്റിൽ ഇരിക്കുന്നതിന് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് ആ എയർക്രാഫ്റ്റിൻ്റെ ക്യാപ്റ്റൻ്റെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഡിപ്പാർട്ട് ചെയ്യുന്ന എയർപോർട്ടിൻ്റെയും അറൈവ് ചെയ്യുന്ന എയർപോർട്ടിൻ്റെയും വെതർ പഠിക്കണം. ഈ എയർപോർട്ടുകൾ മാത്രമല്ല, ഇനി എയർക്രാഫ്റ്റ് ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നാൽ അവിടുത്തെ വെതറും മനസ്സിലാക്കിയിരിക്കണം. നോട്ടംസ് കൺസിഡർ ചെയ്യണം. നോട്ടംസ് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻസ്, എയർ സ്പേസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എത്ര ഫ്യൂവൽ ക്യാരി ചെയ്യണം. അവിടെ എത്താൻ മാത്രമല്ല, റിസർവായിട്ടും പിന്നെ ഹോൾഡിംഗ് പൊസിഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേൺ ചെയ്യേണ്ട അത്രയും ഫ്യൂവൽ. പിന്നെ ഇത്രയും ഫ്യൂവലും ഇത്രയും ആൾക്കാരും ഇത്രയും കാർഗോയും കൊണ്ടുപോകുമ്പോൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നും അവർ നോക്കേണ്ടി വരും. ഇതിത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂട്ടിൻ്റെ ഡീറ്റെയിൽസ് കോ പൈലറ്റിനെ ബ്രീഫ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടാണ് എയർക്രാഫ്റ്റിൻ്റെ പ്രീ ഫ്ലൈറ്റ് ചെക്ക് നടക്കുക. കോ പൈലറ്റും ക്യാപ്റ്റനും കൂടി എയർക്രാഫ്റ്റിനെ ഇൻസ്പെക്റ്റ് ചെയ്യും. ടയേഴ്സ്, ലിവേഴ്സ്, ഫ്യൂവൽ, അതേപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ സർഫസസ് എല്ലാം അവർ ചെക്ക് ചെയ്യും. ഇതുവരെ എയർക്രാഫ്റ്റിനകത്ത് കയറിയിട്ടില്ല, കോക്പിറ്റിൽ ഇരുന്നിട്ടില്ല. അപ്പം തന്നെ 180 ആൾക്കാരുടെ ജീവൻ്റെ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഈ കോക്പിറ്റിനകത്ത് കയറിയാൽ ശ്രദ്ധിക്കുക, ഒരു കൊച്ചു കാറ് വലിയ കാറിനകത്തുള്ള സ്പേസാണ് ഒരു കോക്പിറ്റിനകത്ത് ഉണ്ടാവുക. ആ കോക്പിറ്റിനകത്ത് നമുക്കറിഞ്ഞുകൂടാത്ത, പരിചയമില്ലാത്ത ഒരു കോ പൈലറ്റുമായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളുടെ കൊളീഗ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമ്മളുടെ റിലീഫ് പൈലറ്റ്സ് ആയിരിക്കാം, ഫ്ലൈറ്റ് എൻജിനീയേഴ്സ് ആയിരിക്കാം. നമ്മൾ എയർക്രാഫ്റ്റിനകത്ത് കയറുമ്പോൾ ഫ്ലൈറ്റ് എൻജിനീയേഴ്സ് വന്നിട്ട് നമ്മളോട് എയർക്രാഫ്റ്റിൻ്റെ കറണ്ട് കണ്ടീഷൻസ് പറയും. അത് നമ്മൾ മനസ്സിലാക്കണം, നോട്ട് ചെയ്യണം. നമ്മൾ സിസ്റ്റംസിന് മോണിറ്റർ ചെയ്യണം. അതേപോലെ തന്നെ ATCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ATC നമ്മളെ പാർട്ട്നേഴ്സാണ്. അവർ പറയുന്നത് നമ്മളൊരു കാതിൽ കൂടെ കേൾക്കണം. അതിൻ്റെ കൂടെ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇതിത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലിയറൻസ് എടുത്താണ് ഫ്ലൈറ്റ് പറന്ന് പൊങ്ങുന്നത്. പറന്ന് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓട്ടോ പൈലറ്റ് എടുക്കുക, ഉറങ്ങുക. അങ്ങനെയല്ല, നമ്മൾ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തൊക്കെ നടക്കുന്നു, സിറ്റുവേഷണൽ അവയർനെസ് നമ്മൾ പറയും. നമ്മൾ ചുറ്റാകെ എന്തൊക്കെയാണ് നടക്കുന്നത്, വെതർ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വെതർ നമ്മൾ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കൂറത്തേക്ക് എന്താണോ പ്രെഡിക്റ്റ് ചെയ്തത് അത് തന്നെ സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന്. സോ യു ഹാവ് ടു കണ്ടിന്യൂസ്ലി മോണിറ്റർ. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് വെതർ ഡിറ്റീറിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നമ്മളുടെ കോ പൈലറ്റ് നമ്മളുടെ അടുത്ത് ചെക്ക് ലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സാർ ഇന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ഒരു കാതിൽ കൂടെ നമ്മൾ ATCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പിന്നിൽ 180 ജീവനുണ്ട്. അവർക്കൊന്നും അറിയില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാനത് നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. നിങ്ങൾ ഇതിൻ്റെ റിയാലിറ്റി, ഈ ജോലിയുടെ വെയിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് വേണം ഒരു പൈലറ്റായിട്ട്. കണ്ടിന്യൂ ആയി കമ്മ്യൂണിക്കേഷൻ, സിറ്റുവേഷണൽ അവെയർനെസ്, ക്രൂ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് നമുക്ക് വേണം. ഈ ജോലിയുടെ പിന്നിലുള്ള പരിപാടി എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി ഈ ജോലിയിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വേണം. ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കാനുള്ള പ്രോസസ്സ് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെ നാട്ടിൽ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും DGCA ആണ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ
സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ ഉണ്ടാവും. യു എസിന് FAA ഉണ്ട്, നമ്മുടെ UAEക്ക് GCAA ഉണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ അത് DGCA ആണ്. DGCAയുടെ മാനദണ്ഡം അനുസരിച്ചാണ് നമുക്ക് CPL കിട്ടുക. ഈ CPL കിട്ടുന്നതിന് നമ്മൾ ഡിഗ്രിയുമായിട്ടോ എഡ്യൂക്കേഷനുമായിട്ടോ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ എങ്ങനെയാണോ കാറിൻ്റെ ലൈസൻസ് എടുക്കുന്നത് അതേപോലത്തെ കുറച്ചും കൂടെ സ്ട്രെനവസ് പ്രോസസ്സാണ് നമ്മൾ CPL എടുക്കുക. നിങ്ങൾ കാറിൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ കാറിൻ്റെ ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി നോക്കുന്നു അല്ലേ? അതേപോലെ നമുക്ക് CPL എടുക്കാൻ മിനിമം എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ എലിജിബിലിറ്റീസ്? മിനിമം ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 18 വയസ്സുണ്ടായിരിക്കണം. ഓക്കെ, 18 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി 18 വയസ്സല്ല, 17 വയസ്സും കുറച്ച് മാസമായാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ CPL എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 18 വയസ്സായിരിക്കണം എന്നാണ് നിയമം. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ 12ാം ക്ലാസ് വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തത് എന്ത് മെഡിക്കൽ ഫിറ്റ്നസ്സാണ് നമുക്ക് വേണ്ടത് ഒരു പൈലറ്റ് ആവാൻ? ക്ലാസ് 2, ക്ലാസ് 1 എന്ന് പറയുന്ന 2 മെഡിക്കൽ ക്ലാസ്സസ് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. 2 ഘട്ടത്തിലായിരിക്കും അത്. ക്ലാസ് 2 മെഡിക്കൽ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴും ക്ലാസ് 1 മെഡിക്കൽ നമ്മൾ ഫൈനലി CPL എടുക്കുമ്പോഴുമാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഇതെന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ റിക്വയർമെൻറ്റ്സ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് 18 വയസ്സായി, 12ാം ക്ലാസ് വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ഉണ്ട്, നിങ്ങൾക്ക് ക്ലാസ് 2 മെഡിക്കൽ നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് പൈലറ്റ് ലൈസൻസ് എടുക്കാൻ നിങ്ങൾ അർഹരാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു കമ്പ്യൂട്ടർ നമ്പർ എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ നിങ്ങൾ ആദ്യം ഒരു കമ്പ്യൂട്ടർ നമ്പർ എടുക്കണം. ഈ കമ്പ്യൂട്ടർ നമ്പർ നിങ്ങൾക്ക് യുണീക്കായിരിക്കും. DGCA നിങ്ങളെ ട്രാക്ക് ചെയ്യുകയും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ കമ്പ്യൂട്ടർ നമ്പർ വഴിയായിരിക്കും. നിങ്ങൾ എന്തൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ്, ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടർ നമ്പറിലാണ്. വൺസ് ഈ കമ്പ്യൂട്ടർ നമ്പർ നിങ്ങൾ DGCAയുമായി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ DGCA പറയുന്നത് നിങ്ങൾ പോയി 5 സബ്ജക്റ്റ് പഠിക്കുന്നതാണ്. മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, ടെക്നിക്കൽ സ്പെസിഫിക്, ടെക്നിക്കൽ ജനറൽ. ഇതാണ് ആ 5 സബ്ജക്റ്റ്. എന്താണ് ഈ 5 സബ്ജക്റ്റ് പഠിപ്പിക്കുക? മെറ്റീരിയോളജി, നമ്മൾ വെതറിനെ പറ്റി പഠിക്കുന്നതാണ് മെറ്റീരിയോളജി. രണ്ടാമത്തത് റെഗുലേഷൻ. എന്താണ് റെഗുലേഷൻ? നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പഠിക്കില്ലേ, അതേപോലെ എയർ ലോയെ പറ്റി പഠിക്കുന്നതാണ് റെഗുലേഷൻ. പിന്നെ ഹ്യൂമൻ ഫാക്ടറും നമ്മൾ അതിനകത്ത് പഠിക്കും. നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതെല്ലാം നമ്മൾ റെഗുലേഷനിൽ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന നാവിഗേഷനാണ്. നാവിഗേഷൻ ബേസിക്കലി പോയിൻറ്റ് A ടു പോയിൻറ്റ് B നമുക്ക് എങ്ങനെ എത്താം. ഇത് നമ്മൾ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആക്സിസിലാണ് മൂവ്മെൻറ്റ്. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും. ഈ നാവിഗേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോഴാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ, നല്ല പൈലറ്റന്മാർക്ക് മാത്സും ഫിസിക്സും നല്ലവണ്ണം അറിഞ്ഞിരിക്കണമെന്ന്. അത് ഇവിടെയാണ് വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനമല്ലേ സൈൻ തീറ്റ, കോസ് തീറ്റ, ഇതൊക്കെ എന്തെങ്കിലും പഠിക്കുന്നത്? ഈ സാധനം ട്രിഗ്നോമെട്രി, അത് നമുക്ക് നാവിഗേഷൻ മനസ്സിലാക്കാനായിട്ട് വേണ്ടി വരും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന് ടെക്നിക്കൽ ജനറൽ, അതായത് ഒരു എയർക്രാഫ്റ്റിൻ്റെ എയർ ഫ്രെയിം, പവർ പ്ലാന്റ്, ഏവിയോണിക്സ്, ഹൈഡ്രോളിക്സ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന ടെക്നിക്കൽ ജനറലാണ്. പിന്നെ നമ്മൾ പഠിക്കുക ടെക്നിക്കൽ സ്പെസിഫിക്, അതായത് നമ്മൾ ഏത് എയർക്രാഫ്റ്റിലാണോ നമ്മൾ പറന്ന് പഠിക്കാൻ പോകുന്നത് ആ എയർക്രാഫ്റ്റിനെ പറ്റി പഠിക്കുന്നതാണ് ടെക്നിക്കൽ സ്പെസിഫിക്. ഈ പരീക്ഷകളെല്ലാം ഇത് മറ്റേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. 100 മാർക്കിലാണ് പരീക്ഷ. അതിൽ 70% നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷകൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ DGCA പറയുന്നത് നിങ്ങൾ പോയി ഒരു RT ലൈസൻസ് എടുക്കുന്നതാണ്. കോമൺവെൽത്ത് കൺട്രീസിലെല്ലാം RT ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ RT ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയർലെസ് ഉപയോഗിക്കാനുള്ള ലൈസൻസ്. ഇത് നമ്മളെ നാട്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് വയർലെസ് പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, WPC എന്ന് പറയും. ഇതിൻ്റെ ടെസ്റ്റ് നടത്തുന്നത് DGCA ആണ്. ഈ എക്സാമിനേഷൻ 2 പേപ്പറായിരിക്കും. ഒരെണ്ണം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും, രണ്ടാമത്തെ ഒരു പ്രാക്ടിക്കൽ പേപ്പറായിരിക്കും. നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്ത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് RTR കിട്ടും, റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ് ലൈസൻസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ DGCA പറയുന്നത് നിങ്ങൾ പോയി 200 മണിക്കൂർ പറക്കുമെന്നാണ്. ഈ 200 മണിക്കൂർ പറക്കുന്നതിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ വിഷ്വലി ഫ്ലൈ ചെയ്യാനാണ് പഠിക്കുക. നമ്മൾ കാർ ഓടിക്കുന്ന പോലെ
നേരെ നോക്കുന്നു, റൈറ്റിലോട്ട് പോകുന്നു, ലെഫ്റ്റിലോട്ട് പോകുന്നു. അത് നമ്മളൊരു മാപ്പിൻ്റെ സഹായത്തോടു കൂടി പറന്ന് പൊങ്ങിയതിന് ശേഷം മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ താഴെ നോക്കി ചിട്ടപ്പെടുത്തി പറക്കുന്നൊരു പരിപാടിക്കാണ് നമ്മൾ വിഷ്വൽ ഫ്ലൈയിങ് റൂൾസ് അല്ലെങ്കിൽ VFRൽ പറക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുക്കും. അതായത് ഒരുപാട് പൊക്കത്തിലോ മേഘത്തിൻ്റെ ഇടയിലോ ഇരുട്ടിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ നോക്കി ഇത് ചിട്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പറക്കാനായി നിങ്ങൾ പഠിക്കും. ആ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൈ തെളിയാൻ വേണ്ടി പറക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസസ് ഒറ്റയ്ക്ക് പറക്കും, പൈലറ്റ് ഇൻ കമാൻഡായിട്ട് പറക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൊമേഴ്ഷ്യൽ റേറ്റിങ്ങിന് വേണ്ടി പറക്കും. നിങ്ങൾ ഈ PPL നിങ്ങൾ ഈ വിഷ്വൽ ഫ്ലൈയിങ് റൂൾസിൽ നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പഠിച്ച മാനുവേഴ്സ് കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റായിട്ട് നിങ്ങൾ പറക്കാൻ പഠിക്കും. എന്ന് വെച്ചാൽ ഇത്ര ഡിഗ്രിക്കുള്ളിൽ ടേൺ ചെയ്യുക, ഇത്ര ഫീറ്റിനുള്ളിൽ ലാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇത്ര നേരം ഒരു ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ചെയ്യുക, ഈ ബാങ്ക് ആംഗിളിന് അപ്പുറത്ത് പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റീവായ രീതിയിൽ നിങ്ങൾ പറക്കാൻ പഠിക്കുകയാണ്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞ് ഫൈനൽ ചെക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ CPL സിംഗിൾ എൻജിൻ CPL കിട്ടും ഇന്ത്യയിൽ. ഓക്കെ, ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിർത്തരുത്. നിങ്ങൾക്കിപ്പോൾ ഒരു എൻജിനുള്ള എയർക്രാഫ്റ്റ് ഓടിക്കാനേ അറിയാവൂ. ഇനി നിങ്ങൾ 2 എൻജിനുള്ള എയർക്രാഫ്റ്റ് ഓടിക്കാനും കൂടി പഠിക്കണം. അതിന് നമ്മൾ മൾട്ടി എൻജിൻ റേറ്റിംഗ് എടുക്കുന്നതെന്ന് പറയും. ആ റേറ്റിങ്ങും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മൾട്ടി എൻജിൻ റേറ്റഡ് CPL ഹോൾഡർ ആവും. ഈ തസ്തിക അല്ലെങ്കിൽ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ലൈസൻസ് നിങ്ങൾക്ക് വേണം ഒരു എയർലൈനിൽ അപ്ലൈ ചെയ്യാൻ. ഇതാണ് പ്രോസസ്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇന്ത്യയിൽ പഠിക്കാം, ഇന്ത്യക്ക് പുറത്ത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്: മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, RTR. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ബാക്കി 2 സബ്ജക്റ്റ് പഠിക്കണ്ടേ? പഠിക്കണം. നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ ആ പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 4 സബ്ജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ് 1 മെഡിക്കലും കൂടെ എടുത്തോളണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് 1 മെഡിക്കൽ പോയിട്ട് തിരിച്ചു വന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ 4 സബ്ജക്റ്റ് പഠിക്കുന്നു, ക്ലാസ് 1 മെഡിക്കൽ എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോയി നിങ്ങൾ ഫ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയി ഫ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് US പോവാം, അല്ലെങ്കിൽ യൂറോപ്പിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോവാം, ന്യൂസിലൻഡിൽ പോവാം. ഓരോരുത്തരുടെ കഴിവും സൗകര്യവും പിന്നെ പോയിൻ്റ് ഓഫ് വ്യൂവും വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പോവാം. പോയി കഴിഞ്ഞ് അവിടെ ഫ്ലൈ ചെയ്ത് അവിടുത്തെ CPL എടുത്തതിന് ശേഷം ആ CPL നിങ്ങൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ DGCA പറയുന്നത് നിങ്ങൾ മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, RTR പാസ്സായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് 1 മെഡിക്കൽ വേണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്, ക്ലാസ് 1 മെഡിക്കൽ നിങ്ങൾ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ്? പിന്നെ നിങ്ങൾ ആകെ ചെക്ക്, അതായത് സ്കിൽ ചെക്ക് ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് നിങ്ങൾ VFR, അതായത് VFRൽ അതായത് വിഷ്വൽ ഫ്ലൈയിങ് റൂൾസിൽ ഒരിക്കൽ പറന്ന് കാണിക്കുക, ഇൻസ്ട്രുമെൻറ്റ് റൂൾസിൽ നിങ്ങൾ ഒരിക്കൽ പറന്ന് കാണിക്കുക. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ്, അതായത് ലോങ് ക്രോസ് കൺട്രി, ഷോർട്ട് ക്രോസ് കൺട്രി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ പറന്ന് കാണിക്കുക. ഈ സ്കിൽ ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ ഫോറിൻ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതാണ് പ്രോസസ്സ്. ഈ പരീക്ഷയും ഈ മെഡിക്കലും ഒക്കെ നിങ്ങൾക്ക് വന്നിട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം പോയി പൈലറ്റ് ലൈസൻസ് എടുക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട് പലരും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ CPL പുറത്തുനിന്ന് എടുത്തതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലാസ്റ്റ് പറന്ന ദിവസം മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പരീക്ഷകളെല്ലാം പാസ്സായിരിക്കണം. ക്ലാസ് 1 മെഡിക്കലും ചെയ്തിരിക്കണം. അത് ഇമ്പോസിബിളാണ്. നിങ്ങൾ എത്ര സ്മാർട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. 6 മാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും അത് സാധിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ റീസെൻസി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ DGCA റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എക്സ്ട്രാ കുറച്ച് നാട്ടിൽ വന്നിട്ട് പറക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് കാശ് മുടക്കേണ്ടി വരും. ഇറ്റ് വിൽ കോസ്റ്റ് യു മണി. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, RTR മെഡിക്കലും എടുത്തിട്ട് പോവുക. RTR 2 പേപ്പറുണ്ട്. അതുകൊണ്ട് ചിലപ്പം ഒരു പേപ്പർ എടുത്തിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് 2ാമത്തെ പേപ്പർ കൊടുത്താലും മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ CPL കിട്ടി. CPL മാത്രമല്ല, നിങ്ങൾക്ക് മൾട്ടി എൻജിൻ റേറ്റഡ് നിങ്ങൾ CPL ഹോൾഡറാണ്. ഇനി
ഇത് കിട്ടിയാൽ ഉടനെ നിങ്ങൾക്ക് എയർലൈനിൽ ജോലി കിട്ടണമെന്നില്ല. ഒരു കണക്ക് പ്രകാരം ടൈപ്പ് റേറ്റ് ചെയ്തിട്ടുള്ള പൈലറ്റ്സിനാണ് കൂടുതൽ എയർലൈനിൽ ജോലി കിട്ടാനുള്ള ചാൻസ്. എന്താണ് ടൈപ്പ് റേറ്റിംഗ്? ബേസിക്കലി നിങ്ങളൊരു പിസ്റ്റൺ എൻജിൻ, ഒരു കുഞ്ഞ് എൻജിനുള്ള ഒരു എയർക്രാഫ്റ്റ് ഓടിച്ചാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇനി ജെറ്റ് എൻജിൻ ഓടിക്കാൻ നിങ്ങൾ പഠിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ കാർ ലൈസൻസ് എടുത്തു, ഇനി ട്രക്ക് ലൈസൻസ് എടുക്കണമെന്ന് കൂട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജെറ്റിൽ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് ഓടിച്ചാൽ ആയിരിക്കില്ല ട്രെയിൻ ചെയ്യുക. ഒരു സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനകത്ത്, അതായത് D-level സിമുലേറ്റർ എന്ന് പറയും, ഈ സിമുലേറ്ററിനകത്ത് ഇരുന്നായിരിക്കും നമ്മൾ ഫ്ലൈ ചെയ്യാൻ, അതായത് ജെറ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റ് ടൈപ്പിനും അതിൻ്റെ റേറ്റിംഗ് എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മൾ എയർബസ് A320 ഓടിക്കണമെങ്കിൽ എയർബസ് A320യുടെ ടൈപ്പ് റേറ്റിംഗ് എടുക്കണം. A350 ഓടിക്കണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് റേറ്റിംഗ് എടുക്കണം. ബോയിങ് 737 ഓടിക്കണമെങ്കിൽ അതിൻ്റെ ടൈപ്പ് റേറ്റിംഗ് എടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ടൈപ്പ് റേറ്റഡ് ആണെങ്കിലാണ് നമ്മളുടെ ജോലി കൂടുതൽ സാധ്യത ഉണ്ടാവുക. ഇനി നിങ്ങൾ അപ്പം പറയും, അയ്യോ അപ്പോൾ പിന്നെ അതിനി പൈസ കണ്ടെത്തണ്ടേ? ഹാർഷ് റിയാലിറ്റി, അതിന് കാശ് കണ്ടെത്തിയേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ CPL എടുത്തുടനെ ചാടിക്കേറി ടൈപ്പ് റേറ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ സപ്പോസ്, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ വന്ന ഉടനെ നിങ്ങൾ വിചാരിക്കണം, ഓക്കെ ഓടിപ്പോയി, എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നമുക്ക് പോയി എയർബസ് A320യുടെ ടൈപ്പ് റേറ്റിംഗ് അങ്ങ് എടുത്ത് കളയാം. പെട്ടെന്നാണ് നിങ്ങൾ അറിയുന്നത് 737, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ 737-800 ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ നിയോ ഓടിക്കാനായിട്ട് ഒരു എയർലൈൻ ആൾക്കാരെ കോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ എയർബസ് A320യിൽ കമ്മിറ്റഡ് ആണ്. അപ്പോൾ ആ എയർക്രാഫ്റ്റുള്ള എയർലൈൻ വിളിക്കുന്നേരം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുമാത്രമല്ല, നിങ്ങളെടുത്ത ടൈപ്പ് റേറ്റിംഗ് ഇസ് ഓൺലി വാലിഡ് ഫോർ 12 months. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നൊരു സംഭവം ചെയ്യേണ്ടി വരും, വേർ യു വിൽ ഹാവ് ടു സ്പെൻഡ് മോർ മണി. അപ്പോൾ ഐഡിയ ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ CPL എടുത്ത് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടെത്തുക. അതേത് ജോലി സർ? നിങ്ങൾക്ക് ഗ്രൗണ്ട് ഇൻസ്ട്രക്ടർ ആവാം, ഫ്ലൈറ്റ് സിമുലേറ്റർ ഇൻസ്ട്രക്ടർ ആവാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഇൻസ്ട്രക്ടർ ജോലി കണ്ടെത്തുക. ഞാൻ ഈ ഇൻസ്ട്രക്ടർ ജോലി കണ്ടെത്താൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോകും. നിങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയ ആ സബ്ജക്റ്റുമായി ഇഴുകിച്ചേർന്ന് കിടക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മാർക്കറ്റിനെ സ്കാൻ ചെയ്യുക. ഏത് എയർലൈനിനാണ് ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഉള്ളത്, എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് വരിക, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പോയി ടൈപ്പ് റേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ എയർലൈനിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എയർലൈനിലെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് 5 സ്റ്റേജസ്, ചില എയർലൈനിന് 4 സ്റ്റേജസ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ സ്റ്റേജസ്? നിങ്ങൾക്ക് ആദ്യം റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈക്കോമാട്രിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് സൈക്കോളജിക്കൽ ട്രേറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ചിലയിടത്ത് അതില്ല. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പാനൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ. ഇത്രയും കടമ്പകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളൊരു എയർലൈൻ പൈലറ്റ് ജൂനിയർ ഫസ്റ്റ് ഓഫീസർ ആവുക. അപ്പോൾ റിയലിസ്റ്റിക് ടൈം ലൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പൈലറ്റ് ആവാൻ, അതായത് ഒരു CPL ഹോൾഡർ ആവാൻ നിങ്ങളൊരു ആവറേജ് 2.5 വർഷം കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ജോലിയിൽ കയറാൻ, അതായത് എയർലൈൻ പൈലറ്റ് ആവാനായിട്ട് നിങ്ങൾ ജോലിയിൽ കയറാൻ 1 മുതൽ 1.5 വർഷം വരെ കൺസിഡർ ചെയ്യുക. ചിലപ്പോൾ അതിൽ കൂടുതൽ പോവും, പക്ഷേ 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ജോലി നേടാൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഗ്രൗണ്ട് സ്കൂൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കാൻ പോയപ്പോഴും പല ക്യാപ്റ്റന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഗ്രൗണ്ട് സ്കൂൾ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓൺലൈനിലോ അല്ലെങ്കിൽ ബുക്ക് മേടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെത്താനെയും പഠിക്കാം, ഏതെങ്കിലും വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിലോ പോയി നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ ആദ്യം DGC എക്സാമിനേഷൻ ക്ലിയർ ചെയ്യൂ. അതിനുശേഷം നമുക്ക് ഫ്ലൈയിങ്ങിനെ പറ്റിയോ ഫ്ലൈയിങ് സ്കൂളിനെ പറ്റിയോ ഒക്കെ നമുക്ക് ചിന്തിക്കാം. വിച്ച് ഇസ് കറക്റ്റ്, ഇൻ എ വേ അത് കറക്റ്റാണ്, അതിന് ഞാൻ ഡിഫൈ ചെയ്യുന്നില്ല. ആ മൊഡാലിറ്റിക്ക് ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ DGCA എക്സാമിനേഷൻസിനെ നമ്മൾ കാണുന്നത് ഒരു എൻട്രി ടെസ്റ്റായിട്ടാണ്. നമ്മൾ ആ എൻട്രി ടെസ്റ്റ് പാസ്സായാലാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പോകാൻ പറ്റുക. അതൊരു തെറ്റായ സൈക്കിയാണ്. ഗ്രൗണ്ട് സ്കൂൾ ഈസ് നോട്ട് എ വെയിറ്റിംഗ് റൂം ഫോർ കോക്പിറ്റ് അല്ല. ഗ്രൗണ്ട് സ്കൂളിൽ നിന്നാണ് നിങ്ങളുടെ ഫ്ലൈയിങ്, നിങ്ങളുടെ മെൻറ്റാലിറ്റി, നിങ്ങളുടെ സൈക്കി സ്റ്റാർട്ടാവുന്നത് ഒരു ഗ്രൗണ്ട് സ്കൂളിൽ നിന്നാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഞാൻ സൈക്കോളജിയിൽ ലോ ഓഫ് പ്രൈമസി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്.
ബേസിക്കലി ലോ ഓഫ് പ്രൈമസി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം പഠിക്കുന്നതാണ് സ്ട്രോങ്ങസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നാണ് പറയുക. ഇപ്പോൾ നിങ്ങൾ 3 മാസത്തിൽ ഞാൻ സബ്ജക്റ്റ് തീർത്തു തരാം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഫോക്കസ് ആ എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങളെ എല്ലാം പഠിക്കണമെന്നില്ല. DGCAയിൽ ഇത്ര നാൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾ പഠിക്കുക. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആയിരിക്കും പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം, നിങ്ങൾ ആക്ച്വലി ഫ്ലൈയിങ്ങിന് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല സിനേറിയോ വരിക. വെതർ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള പോലെ ആയിരിക്കില്ല അവതരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും അൺലേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അൺലേൺ ചെയ്യുമ്പം ഇറ്റ് വിൽ കോസ്റ്റ് യു മണി. 10-15 മണിക്കൂർ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കി വെച്ചത് കൊണ്ട് അത് കറക്റ്റ് ചെയ്യാനായി നിങ്ങൾ എക്സ്ട്രാ പറക്കേണ്ടി വരും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തോ നിങ്ങൾ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന അറ്റ്മോസ്ഫിയറിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, പക്ഷേ ആ ക്വസ്റ്റ്യനും ആൻസറുമാണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. അതിൻ്റെ പിന്നിലെ കഥ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ പ്രീ ഫ്ലൈറ്റ് ബ്രീഫിങ്ങിന് നിങ്ങളുടെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറുമായി ഇരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂല് കാൽക്കുലേറ്റ് ചെയ്യുക, ഇന്നത്തെ ടെമ്പറേച്ചറൊക്കെ കൺസിഡർ ചെയ്തോളണം കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ഫ്യൂവൽ കാൽക്കുലേറ്റ് ചെയ്യും. ഫ്യൂവൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയും, അയ്യോ ഇതെന്താ ഇന്ന് നല്ല ടെമ്പറേച്ചർ ഇല്ലേ, ചൂടില്ലേ, അപ്പം നമ്മൾ എൻജിൻസ് കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യില്ലേ എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക, അതെന്താ അങ്ങനെ. പിന്നെ പുള്ളി പറഞ്ഞു തരണം എന്താണ്, അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് ഡെൻസിറ്റി കുറയുമ്പോൾ എൻജിൻ പെർഫോമൻസ് പ്രശ്നമാവും, കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യും. ഈ സാധനം നമ്മളൊരു കഥയായി പഠിച്ചു വെച്ചാൽ, ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് കഥയായി പഠിച്ചു വെച്ചാൽ അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും, ഓ ഇങ്ങനെയാണ് സംഭവം. ആ സാധനം ഈ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറിൻ്റെ പുറത്ത് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കും നമ്മളിൽ. അപ്പം നമ്മളുടെ ട്രെയിനിങ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആവും. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ പോയി, അവിടെ ഭയങ്കര ഹിഡൻ ചാർജസ്, കുറേ പറത്തി നമ്മളെ കൊണ്ട്. പറത്തും. നിങ്ങൾ പറക്കാൻ പ്രൊഫിഷ്യൻ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ നിങ്ങളെ കൊണ്ട് പറത്തും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താണ്, നിങ്ങൾ ഗ്രൗണ്ട് സ്കൂളിന് ഒരു എൻട്രൻസ് ടെസ്റ്റായിട്ട് കാണാതിരിക്കുക. നമ്പർ 1, ഫ്ലൈയിങ് സ്കൂളുമായി അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രൗണ്ട് സ്കൂളിൽ പഠിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ എന്താണോ ഗ്രൗണ്ടിൽ പഠിക്കുന്നത് ആ ടേംസ്, ആ കണ്ടീഷൻസ്, ആ പാരാമീറ്റേഴ്സ്, ആ മൊഡാലിറ്റി, ആ ട്രെയിനിങ് രീതി തന്നെയായിരിക്കും നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അല്ലെങ്കിൽ ട്രെയിനിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു രീതിയിലായിരിക്കും പറഞ്ഞു തരിക, നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് നിങ്ങൾ പുതിയൊരു സ്ഥലത്ത് പോകുമ്പം ഇതൊന്നും ആയിരിക്കില്ല അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളെ ഫ്ലൈറ്റ് ടൈമിനെ അല്ലെങ്കിൽ ട്രെയിനിങ് ടൈമിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അയ്യോ സാർ, ഇതൊക്കെ ഇനി ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ച് പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുക്കണ്ടേ? നോക്കൂ, നിങ്ങൾ പെട്ടെന്നല്ല തീരുമാനം എടുക്കേണ്ടത്. ഒരു സ്കൂളും നിങ്ങളെ വിളിച്ച് 5 സീറ്റേ ഉള്ളൂ, നാളെ ജോയിൻ ചെയ്യൂ, അങ്ങനെയുള്ള സ്കൂളിൽ നിങ്ങൾ പോകണമെന്നില്ല. ഇത് പതുക്കെ എടുക്കേണ്ട തീരുമാനമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ടെടുക്കേണ്ട തീരുമാനമാണ്. അപ്പോൾ സാവകാശം, അതായത് 1-2 രൂപയല്ല, ഓൾമോസ്റ്റ് 60 lakhs, എബവ് 60 lakhs ആയിരിക്കും നിങ്ങൾ ചിലവാക്കുക. സോ എൻഷുർ ദാറ്റ് യു ചൂസ് ദ റൈറ്റ് പാത്ത്. നിങ്ങൾ ചെയ്യാനുള്ള റിസർച്ച് എല്ലാം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 100 പേര് പറയുന്ന അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വേ ചെയ്യരുത്, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്കൂള് ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ഒരു ഫോൺ കോളിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എൻ്റെ കുട്ടികൾ. സർ, ഒരു പൈലറ്റ് ആവാനുള്ള ക്വാളിറ്റീസൊക്കെ എനിക്കുണ്ടോ? അത് പലപ്പോഴും അതെങ്ങനെയാണ് മോനെ എനിക്കറിയുക, നമുക്ക് നോക്കാം, നമുക്ക് സ്ക്രീനിങ് നടത്താം. നമുക്കൊരു സ്ക്രീനിങ് ഇൻ്റർവ്യൂ ഉണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ സ്ക്രീനിങ്ങിലൂടെ നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി
ഞാനൊരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് പൈലറ്റിന് വേണ്ട പല ക്വാളിറ്റീസിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് 5 ക്വാളിറ്റീസ് ഉണ്ട്. 1 സിറ്റുവേഷണൽ അവയർനെസ്, 2 കമ്മ്യൂണിക്കേഷൻ, 3 ഡിസിഷൻ മേക്കിംഗ്, 4 ക്രൂ റിസോഴ്സ് മാനേജ്മെൻറ്റ്, 5 കൺസിസ്റ്റൻസി. ഈ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ തന്നെത്താനെ നോക്കുക. കൺഫ്യൂസ്ഡ് ആയോ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ എത്ര പേര് ഒരു വാഹനത്തിലിരിക്കുമ്പോൾ, നിങ്ങൾ ഓടിക്കുമ്പോൾ എത്ര പേര് റൈറ്റിലും ലെഫ്റ്റിലും, റൈറ്റ് മിററിലും ലെഫ്റ്റ് മിററിലും സെൻട്രൽ മിററിലും ശ്രദ്ധിക്കുന്നുണ്ട്? നിങ്ങളുടെ ബാക്കിലൊരു വെള്ളയോ പച്ചയോ കാറുണ്ടെങ്കിൽ ആ കാർ എവിടെയാണ് എന്ന് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? അപ്പുറത്തുനിന്നൊരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ആ വെള്ളക്കാർ ഇപ്പം റൈറ്റിൽ കൂടെ വരുമെന്ന്? അത് സിറ്റുവേഷണൽ അവയർനെസ്. ഇത് നിങ്ങൾ എയർക്രാഫ്റ്റിൽ അപ്ലൈ ചെയ്യുക. കോക്പിറ്റിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ സിറ്റുവേഷണലി അവെയർ ആയിരിക്കണം. എയർക്രാഫ്റ്റിനെ മോണിറ്റർ ചെയ്യണം. എൻജിൻസിൻ്റെ പെർഫോമൻസ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. വെതർ ഓർമ്മയുണ്ടായിരിക്കണം. നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ATC ടവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഇമേജ് നമ്മൾ തലയിൽ വേണം. അപ്പോൾ സിറ്റുവേഷണൽ അവെയർനെസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വാളിറ്റിയിലേക്ക് പോവാം, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നൗ അതായത് വലിയ വലിയ കമ്പനികളിൽ ഒരു കാര്യം നടക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ശ്രദ്ധിക്കാറുണ്ടോ? ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പിന്നെ ഒരു സമയത്തും നടക്കില്ല. അതിൻ്റെ റീസൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. അവർ ഡിസിഷൻ എടുക്കുന്ന താമസമാണ്. നമ്മൾ ഏവിയേഷനിൽ പറയും നോട്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ടേക്കിംഗ് എ റോങ് ഡിസിഷൻ എന്ന് പറയും. അപ്പോൾ ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി എടുക്കാൻ പറ്റണം. ഇനി ഇതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ നിങ്ങളോടൊരു 500 രൂപ ചോദിച്ചു. നിങ്ങൾ അയാളോട് പറയുകയാണ്, ഞാൻ നോക്കട്ടെ ഞാൻ പറയാം എന്ന് പറയുന്നത് ഡിസിഷൻ പെൻഡിങ് ആക്കി വയ്ക്കുന്നതാണ്. എന്നാൽ അപ്പം തന്നെ അയാളോട് പറയണം, എടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ അതിന് വേറൊരു കാര്യത്തിന് വേണ്ടി എനിക്ക് എടുക്കാൻ പറ്റണം, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും നല്ലതാണ്. അവർക്ക് വേറെ ആരുടെങ്കിലും ചോദിക്കാം, നിങ്ങൾ പറയാനുള്ള കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിസിഷൻ മേക്കിംഗ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം, കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാണ്, അവർ നിങ്ങളോടൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ പറയണം. എന്താണ് അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ വിളിച്ചിട്ട് മറ്റേ അത് മേടിച്ചുകൊണ്ട് വാ, ഇത് മേടിച്ചുകൊണ്ടാ, ഇതെടുത്ത് അപ്പുറത്ത് കൊടുത്തേരെ, ഇതെടുത്ത് ഇവിടെ കൊടു. അങ്ങനെ നിങ്ങൾ കേട്ടാൽ നിങ്ങളിൽ എത്ര പേര് ഓക്കെ ഞാൻ ഈ അച്ഛൻ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ, ഇന്നടത്ത് പോകണം, ഇന്ന കാര്യം ചെയ്യണം, ഇത് മേടിക്കണം, 5:30 മണിക്കുള്ളിൽ ഇങ്ങനെ എത്തണം, ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി ക്രൂ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എങ്ങനെ നമ്മളുടെ കൂടെയുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ കൂടെയുള്ളവരെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ഹയറാക്കി ഇല്ലാതെ ചെയ്യാൻ പറ്റണം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ താഴെയുള്ള സ്റ്റാഫ് എന്നോട് വന്നിട്ട് പറയണം, സാർ ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല, ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ഈഗോ ഇല്ലാതെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ ആ എംപ്ലോയിയെ കൊണ്ട് എനിക്ക് ഗുണമുള്ളൂ, അല്ലെങ്കിൽ ആ സപ്പോർട്ടിനെ കൊണ്ട് എനിക്ക് ഗുണമുള്ളൂ. അല്ലാതെ നീ ആരടാ ഇത് ചോദിക്കാൻ എന്ന് പറയുന്ന ഈഗോ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആരെങ്കിലും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തോന്നുന്നത് ദേഷ്യമാണോ അതേ ശരിയാണല്ലോ എന്ന് പറയുന്നൊരു ഫീഡ്ബാക്കാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ്, കൺസിസ്റ്റൻസി. നിങ്ങളിൽ പലരും രാവിലെ നടക്കാൻ പോകുന്നവരുണ്ടാവും, ജിമ്മിൽ പോകുന്നവരുണ്ടാവും. എന്നാൽ മഴ പെയ്താൽ നടക്കാൻ പോകത്തില്ല, മഴയല്ലേ നാളെ പോവാം, കൂട്ടുകാരൻ വന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ ജിമ്മിൽ പോണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. എന്ത് വന്നാലും മഴയത്താണെങ്കിലും കുടയും പിടിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നവരുണ്ടാവും. ആര് വന്നാലും കൂട്ടുകാരൻ വന്നാലും പറയും, അളിയാ ഞാനൊന്ന് ജിമ്മിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്ന ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, ഈ ക്വാളിറ്റീസാണ് മെയിൻലി ഒരു പൈലറ്റിനുണ്ടാവുക. ഇനി ആ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ ഒരിക്കലും ആ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നല്ല, കറക്റ്റ് ട്രെയിനിങ്ങിലൂടെ അതുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും. പിള്ളേർക്ക് ദേഷ്യം വരും, പക്ഷേ
അവർ പോലും അറിയാതെ ആ ക്വാളിറ്റീസ് അവരിൽ ബിൽഡായി വരും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെറുതെ സോറി പറഞ്ഞ് പോകാൻ പറ്റില്ല. അവരൊരു കത്തെഴുതണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കത്ത് എന്തിനാണ് എഴുതുന്നത്? ആ കത്ത് എഴുതുന്നതിലൂടെ അവർ ആ തെറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്. ടേക്കിംഗ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. പിടിയോ? അപ്പോൾ ക്വാളിറ്റീസ് എന്താണെന്ന് അറിയണം, അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ഹലോ, എനിക്കറിയാം എനിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടല്ലേ. വേറൊന്നുമില്ല, മുടി വെട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്ത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. വേറൊന്നും വിചാരിക്കരുത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പണിയും കൂടെ എടുക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യം എല്ലാവരും ചോദിക്കുന്നു, ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നു. അത് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാനാണ് ഈ ഒരു ഷോർട്ട് കട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം വേറൊന്നുമല്ല, മിക്കവാറും നമ്മളെ കാണാൻ വരുന്ന പേരൻസും അതേപോലെ തന്നെ നമ്മളുടെ വെബിനാർ നടത്തുമ്പോഴത്തേക്കും പേരൻസിന് ഏറ്റവും അലട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇതൊക്കെ പഠിച്ചിട്ട് ജോലി ഇല്ലെങ്കിലോ? സ്വാഭാവികമാണ്. ഞാനും ഒരു അച്ഛനാണ്. എൻ്റെ മോള് പൈലറ്റ് ആവാൻ വേണ്ടി പഠിക്കുകയാണ്. എന്നെ മാത്രമല്ല എല്ലാവരെയും അലട്ടുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും പൈസ മുടക്കി, അതായത് 50 മുതൽ 60 ലക്ഷം രൂപ വരെ മുടക്കിയിട്ട് ജോലി ഇല്ലെങ്കിലോ എന്ന് പറയുന്നൊരു വലിയ ചോദ്യം നമ്മൾ അലട്ടുന്നുണ്ട്. നമുക്കതിനെ ഒന്ന് വളരെ സിമ്പിളാക്കാം. സിമ്പിളാക്കി അതിനെ നേരിടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് ആദ്യം ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. എനിക്കറിയാം നിങ്ങളെല്ലാവരും പല മീഡിയാസിലും കേട്ടിട്ടുണ്ട് 2030 ഒക്കെ ആകുമ്പോഴത്തേക്കും 10-25 10-35 അല്ലെങ്കിൽ 30,000 പൈലറ്റ്സിന് വേണം. 2026 തന്നെ 7,000 പൈലറ്റ്സിന് വേണം. ദീസ് ആർ പ്രൊജക്ഷൻസ്. ഇനി വാങ്ങിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഇൻഡക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന എയർക്രാഫ്റ്റ്സിനെ ബേസ് ചെയ്തുള്ള നമ്പേഴ്സാണത്. എയർക്രാഫ്റ്റ് വാങ്ങിക്കുന്നത്, അത് ഇൻഡക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ബാധിക്കും, ആൾക്കാരുടെ യാത്രാ രീതി ബാധിക്കും, പല കാര്യങ്ങളും അതിനെ ബാധിക്കും. അതുകൊണ്ട് അത് എത്ര കണ്ട് എക്സാക്റ്റ് നമ്പേഴ്സാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല, ഞാൻ വേറൊരു ആംഗിൾ പറയാം. നിങ്ങളിപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പ് ഇൻഡിഗോ കുറേ ഫ്ലൈറ്റ് ക്യാൻസലേഷനൊക്കെ വന്ന് പലരും പലയിടത്തു നിന്നും ഇൻഡിഗോയെ അബ്യൂസ് ചെയ്യുന്നതും പാസഞ്ചേഴ്സ് ഒരുപാട് സ്ട്രെസ്സിലാവുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ കാരണം ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. FDTL എന്ന് പറയും. അതായത് DGCA ഒരു നിയമം കൊണ്ടുവന്നു. നിയമം ഇതാണ്: ഒരു പൈലറ്റ് ഒരാഴ്ച മിനിമം 48 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ഒറിജിനലി അത് 36 മണിക്കൂർ മതിയായിരുന്നു. ഓക്കെ. ഇനി രാത്രി ഫ്ലൈയിങ്, അതായത് നൈറ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്നത് വീക്കിലി ട്വൈസ് ഓൺലി, ഒരു വീക്കിൽ 2 പ്രാവശ്യം മാത്രം. പിന്നെ നൈറ്റ് ഫ്ലൈയിങ്, ആക്ച്വൽ നൈറ്റ് ഫ്ലൈയിങ് 10 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇങ്ങനൊരു ലിമിറ്റേഷൻ DGCA കൊണ്ടുവന്നു. ഇത് കുറച്ച് നാളായിട്ട് കൊണ്ടുവന്നു, പക്ഷേ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 2025 നവംബറിലാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ഇൻഡിഗോയുടെ കയ്യിൽ പൈലറ്റ്സ് ഇല്ലാണ്ടായി. അവരുടെ ക്യാൻസലേഷൻ, അതായത് അവർ ഭയങ്കര ഫേമസ് ആണ് ഓൺ ടൈം പെർഫോമൻസിൽ. എന്നാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഓൺ ടൈം പെർഫോമൻസ് ഏതാണ്ട് 8.5-10% കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്രയും ഗ്യാപ്പ് പെട്ടെന്ന് മാർക്കറ്റിലുണ്ടാവുകയാണ്. ഈ സ്പൈക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നതല്ല, ഇത് സിസ്റ്റത്തിനകത്ത് ബേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് സെയിം നമ്പർ ഓഫ് എയർക്രാഫ്റ്റ്സിനെ ഓടിക്കാൻ ഇനി കൂടുതൽ പൈലറ്റിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ? ഇൻഡിഗോ പറയുന്നു എനിക്ക് 900 പൈലറ്റ്സിനെ വേണം എന്ന്. ഈ 900 പൈലറ്റ്സിനെ പെട്ടെന്ന് ഇന്ത്യയിൽ കൊടുക്കാനില്ല. ആ പൈലറ്റ്സ് വേണം. എയർ ഇന്ത്യക്കും ഇതേ അവസ്ഥയാണ്. അവർക്ക് ഒരുപാട് പൈലറ്റ്സിന് വേണം. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യക്കും കാഡറ്റ് പ്രോഗ്രാം ഇല്ലേ, അവരുടെ പൈലറ്റ്സ് തന്നെ ഉണ്ടാവില്ലേ? നോട്ട് ഇനഫ്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കണക്ക് പറഞ്ഞുതരാം. ഇൻഡിഗോയിൽ ഇപ്പോൾ 5000 പൈലറ്റ്സ്, ഓവർ 5000 പൈലറ്റ്സ് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബൾക്കും കൺവെൻഷണൽ ഫ്ലൈയിങ്ങിലൂടെ വന്നവരാണ്, എന്ന് വെച്ചാൽ കാഡറ്റ് പ്രോഗ്രാം വഴി വന്നവരല്ല. ഓക്കെ. കാഡറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഭയങ്കര ഒരു നാരോ പൈപ്പ് ലൈനാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയും വേണം,
നിങ്ങൾ നല്ല പഠിക്കുന്ന ആളുമായിരുന്നു. ഇത് രണ്ടും കൂടെ നിങ്ങൾ ഫേവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാഡറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു പാത്തുണ്ട്. ആ പാത്തിൽ എടുത്താൽ പോലും അവരുടെ കറണ്ട് റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺവെൻഷനലി, അതായത് സാധാരണ ഒരു ഫ്ലൈയിങ് സ്കൂളിൽ പോയി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ക്വിക്ക് ആൻസർ, ഒരു എയർലൈൻ പൈലറ്റ് ആവാൻ പറ്റുമോ ഞാൻ ഇത്രയും കാശ് മുടക്കിയാൽ? കഴിവുണ്ടെങ്കിൽ ആവാൻ പറ്റും. സിമ്പിൾ. മാത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി സപ്പോസ് പെട്ടെന്ന് എയർലൈൻ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവർ ചിലപ്പം ഓക്കെ ഇനി അടുത്ത ഇത്ര നാളത്തേക്ക് ഞാൻ പൈലറ്റ്സിനെ എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാം. അങ്ങനെയെങ്കിൽ എങ്ങനെ? അതും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വേറൊരു കാര്യം ചിന്തിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ അരയന്നം എന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ വെള്ളയല്ലേ അരയന്നം, ആക്ച്വലി കറുത്ത അരയന്നമുണ്ട്. ന്യൂസിലൻഡിൽ ബ്ലാക്ക് സ്വാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആർമിന്ന് പറയുമ്പോൾ ഞാൻ ആർമിയിലാണ് ജോലി ചെയ്യുന്നത്, ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഗണ്ണുമായി പോയി ഫയർ ചെയ്യുന്ന ആളാണെന്നാണ്. പക്ഷേ ആർമിയിൽ എൻജിനീയേഴ്സ് ഉണ്ട്, ആർമിയിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ആർമിയിൽ പൈലറ്റ്സ് ഉണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ജോലികൾ ആർമിയിലുണ്ട്. ആർമിയിൽ ലോയേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മൾ പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ദർ ആർ സെവറൽ ജോബ്സ് യു കുഡ് ഡു. ആ സെവറൽ ജോബ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫ്ലൈയിങ് ജോബ്സും ഉണ്ട്, നോൺ ഫ്ലൈയിങ് ജോബ്സും ഉണ്ട്. ഇപ്പോൾ ഫ്ലൈയിങ് ജോബ്സിൽ ഒരെണ്ണം മാത്രമാണ് എയർലൈൻ പൈലറ്റ് എന്ന് പറയുന്നത്. കാർഗോ എയർക്രാഫ്റ്റ് ഓടിക്കാൻ പൈലറ്റ് വേണം. ഏരിയൽ സർവേ നടത്താൻ, മേളിൽ നിന്ന് ഒരു വലിയ ലാൻഡിനെ സർവേ നടത്താൻ അല്ലെങ്കിൽ ഒരു ഏരിയയെ സർവേ നടത്താനായിട്ട് യു നീഡ് പൈലറ്റ്സ് ടു ഫ്ലൈ ദാറ്റ് കൈൻഡ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് എയർക്രാഫ്റ്റ്. ക്രോപ്പ് ഡസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡിൽ മരുന്നടിക്കുന്ന പരിപാടിയുണ്ട്. അത് പൈലറ്റന്മാരാണ് ചെയ്യുന്നത്, ക്രോപ്പ് ഡസ്റ്റിംഗ്. പിന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ജെറ്റിൽ പൈലറ്റ് ആവാം. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആവാം. ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആവാനും ഈ പറയുന്ന പ്രൈവറ്റ് ജെറ്റിൽ പൈലറ്റ് ആവാനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ചും കൂടി പഠിക്കേണ്ടി വരും. അത് നിങ്ങൾ എയർലൈൻ പൈലറ്റ് ആവാനായിട്ടും നിങ്ങൾ കുറച്ചുകൂടി പഠിക്കേണ്ടി വരും. അപ്പോൾ ഫ്ലൈയിങ് ഓപ്പർച്യൂണിറ്റീസ് അത്രയും ഉണ്ട്. ഇനി നോൺ ഫ്ലൈയിങ് ഓപ്പർച്യൂണിറ്റി, പെട്ടെന്ന് നമുക്ക് ഫ്ലൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലയെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഗ്രൗണ്ട് ഇൻസ്ട്രക്ടേഴ്സ് ആവാം. ഞാനൊരു ഫ്ലൈയിങ് സ്കൂൾ നടത്തുന്ന ആളാണ്. ഗ്രൗണ്ട് ഇൻസ്ട്രക്ടേഴ്സിനെ കിട്ടാനില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ ഗ്രൗണ്ട് ഇൻസ്ട്രക്ടേഴ്സ് ഹൈലി പെയ്ഡ് ജോബാണ്, മുമ്പത്തെ പോലെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഇൻസ്ട്രക്ടർ ആവാം, നിങ്ങൾക്ക് സിം ഇൻസ്ട്രക്ടർ ആവാം, സിമുലേറ്റർ ട്രെയിനിങ് ചെയ്യുന്ന സിം ഇൻസ്ട്രക്ടർ ആവാം. ഫ്ലൈറ്റ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്, ഫ്ലൈറ്റ് ഡിസ്പാച്ചർ ആവാം. നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് സെയിൽസ് ലീസിങ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏവിയേഷൻ കൺസൾട്ടൻ്റ് ആവാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എയർലൈൻ പൈലറ്റ് അല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ചിട്ട് വെറുതെ നിന്ന് പോകൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും വെറുതെ നിൽക്കാൻ. ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എനിക്കറിയാം, എന്നാലും ഇത്രയും പൈസ മുടക്കണ്ടേ? നമുക്ക് ആദ്യം ഇത്രയും പൈസ മുടക്കണ്ടേ എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ കൊടുക്കാം. കാരണം പലയിടത്തും കേട്ടുകൊണ്ട് ഇത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരിക്കലും പൈലറ്റ് ട്രെയിനിങ്ങിനെ അക്കാഡമിക്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഡിഗ്രി കോഴ്സ് ചെയ്യാൻ ഇത്ര രൂപ, ആദ്യത്തെ സെമിസ്റ്റർ ഇത്ര പൈസ, അങ്ങനെ ഒരു പരിപാടി ഇതിനകത്തില്ല. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെ കണക്ക് കണ്ടാൽ മതി. ഏതാണ്ട് അതേപോലത്തെ പ്രോസസ്സാണ്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു, പിന്നെ ട്രാഫിക് നിയമങ്ങൾ പഠിക്കുന്നു, പിന്നെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് പഠിക്കുന്നു, പിന്നെ ടെസ്റ്റ് കൊടുക്കുന്നു. അതേ പരിപാടി തന്നെ, അതിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വെർഷനാണ് ആക്ച്വലി പൈലറ്റ് ട്രെയിനിങ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉണ്ട്. ഒരാൾ ചിലപ്പോൾ 1 ടെസ്റ്റിൽ പാസ്സാവും, ഒരാൾ 5 ടെസ്റ്റിൽ പാസ്സാവും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എത്ര നേരം പഠിച്ചാൽ ഒരാൾക്ക് മനസ്സിലാവും, അത്ര കൂടുതൽ പൈസ ഒരാൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഫുൾ ട്രെയിനിങ്ങിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ചില കേസസിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇന്ത്യക്കകത്താണ് പഠിക്കണമെന്ന് വെച്ചോ, ഞാൻ കാഡറ്റ് പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കുന്നില്ല, സാധാരണ കൺവെൻഷണൽ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ പഠിക്കണമെന്ന് വെച്ചോ, ഇതിനകത്ത് 2 കമ്പോണൻ്റ് ആയിരിക്കും വരിക. ഒന്ന് ഗ്രൗണ്ട് ട്രെയിനിങ്, 2 ഫ്ലൈറ്റ് ട്രെയിനിങ്.
ഓക്കെ. ഈ ഗ്രൗണ്ട് ട്രെയിനിങ് എന്ന് പറയുന്ന സാധനം ഒരു എന്താണ്, പല രീതിയിൽ പഠിക്കാം. ചിലർ ഓൺലൈൻ പഠിക്കും. പെർ സബ്ജക്റ്റ് 25,000, 50,000, എന്താണ് 90,000 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ യുനോ വെയർ യു ഗോ, ഹൂ യു ലേൺ വിത്ത്. ഒരു നല്ല ട്രെയിനിങ്ങിന്, എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് എങ്ങനെ പോയാലും ഒരു 3 ലക്ഷം മുതൽ 3.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വേണ്ടി വരും. 5 സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ അതിനകത്ത് പഠിക്കുക. മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, ടെക്നിക്കൽ സ്പെസിഫിക്, ടെക്നിക്കൽ ജനറൽ, ഇത്രയായിരിക്കും നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾ RTRന് ഒരു അടുത്തൊരു 30,000 രൂപയും കൂടെ നിങ്ങൾ ചിലവാക്കേണ്ടി വരും. ഒരു 4 ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങളുടെ ഗ്രൗണ്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. ഫ്ലൈറ്റ് ട്രെയിനിങ്ങിനകത്ത് നമ്മളെ നാട്ടിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ട്രെയിനിങ് എപ്പോഴും 65-നും 70-നും ഇടയിലാണ്. അതിന് താഴെയും പഠിക്കാം കേട്ടോ, അങ്ങനെ പഠിച്ചുകൂടാന്നല്ല. പക്ഷേ ദർ മൈറ്റ് ബി എന്താ പറയണ്ട, സ്ലൈറ്റ് ഡിലേസ് ഉണ്ടാവാം, എന്താണ് കുറച്ച് ടൈം എടുക്കാം. എന്നാലും അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാമെന്നുള്ളിടത്തോളം ക്വാളിറ്റി ട്രെയിനിങ് എപ്പോഴും ബിറ്റ്വീൻ 65-ഉം 70-യുമാണ്. ഇനി നമുക്ക് ഇന്ത്യക്ക് പുറത്തോട്ടാണ് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ, ഈ കമ്പോണൻറ്റിനെ നമ്മൾ 4 ആക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ഗ്രൗണ്ട് ട്രെയിനിങ് ഉണ്ടാവും. എഗെയിൻ ഇതുപോലെ 3.5 മുതൽ 4 ലക്ഷം രൂപയായിരിക്കും ഗ്രൗണ്ട് ട്രെയിനിങ്. ഫ്ലൈറ്റ് ട്രെയിനിങ് ഇതേപോലെ 65-നും 70-നും ഇടയ്ക്കായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടാകും. പുറത്ത് രാജ്യത്ത് പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ താമസ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് കാശ് കരുതേണ്ടി വരും. അതിവിടെയും ഉണ്ടാവും കേട്ടോ. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരുപോലെയാണ്. ഇന്ത്യക്ക് അകത്ത് പഠിക്കുന്നതും പുറത്ത് പഠിക്കുന്നതും ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ഓഫ് മണിയാണ് വരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്ലൈറ്റ് ട്രെയിനിങ്ങിനും ലിവിങ് എക്സ്പെൻസസും എല്ലാം കൂടെ കൂട്ടി നിങ്ങളൊരു 70 അടുപ്പിച്ച് നിങ്ങൾ കാണുന്നതായിരിക്കും. നിങ്ങൾ വളരെ ഹെൽത്തിയാണ് ആ എമൗണ്ട് ഓഫ് മണി. ഞാൻ ജനറലി കാര്യം പറയണം, എൻ്റെ ഫ്ലൈയിങ് സ്കൂളിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഫ്ലൈയിങ് സ്കൂളിൻ്റെ പ്രൈസ് അല്ല ഞാൻ പറയുന്നത്. അത്രയും പൈസ നിങ്ങൾ കരുതേണ്ടി വരും. എങ്ങനെയാണ് ഇത് റേസ് ചെയ്യുക? ബേസിക്കലി ഒരു ലോൺ വഴി, ഒരു എഡ്യൂക്കേഷൻ ലോൺ വഴിയായിരിക്കും നിങ്ങൾ ഈ ഫണ്ട് റേസ് ചെയ്യുക. നാഷണലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ബാങ്കുകളും പൈലറ്റ് ട്രെയിനിങ്ങിന് ലോൺ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് SBI ആണ്. അതല്ലാതെ കാനറ ബാങ്ക് കൊടുക്കുന്നുണ്ട്. കാനറ ബാങ്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർക്കൊരു പുതിയ റൂളുണ്ട്. എനിക്ക് തോന്നുന്നു പൈലറ്റ് ട്രെയിനിങ്ങിനാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുത്തിരിക്കണം എന്ന് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മളുടെ പ്രൈവറ്റൈസ്ഡ് ബാങ്ക്സും കൊടുക്കുന്നുണ്ട്. ആക്സിസ് ബാങ്ക് കൊടുക്കുന്നുണ്ട്, HDFC കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറട്ടോറിയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 6 മാസം മുതൽ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടച്ചാൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ ചിൻഡു കാർത്തിക് ഒരു ലോൺ എടുക്കുകയാണ്. ചിൻഡു കാർത്തിക് ലോൺ എടുത്തു. ചിൻഡു കാർത്തിക് ഒരു 15 മാസം അല്ലെങ്കിൽ 18 മാസം ഫ്ലൈറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 6 മാസം തൊട്ട് 1 വർഷം വരെ സമയമുണ്ട് ജോലി കണ്ടുപിടിക്കാൻ. ആ ജോലി കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചടച്ച് തുടങ്ങുക. ഇതിനെയാണ് നമ്മൾ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത്. ആ മൊറട്ടോറിയം, അതായത് ആ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തിരിച്ചടയ്ക്കണമെന്നില്ല. പിന്നെ എൻ്റെ അഡ്വൈസ് എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മാസാമാസം ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് അടച്ചു പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ട് പെരുകും. ഇനി നമ്മൾ സാധാരണ നമ്മളുടെ ഈ പ്രൈവറ്റൈസ്ഡ് ബാങ്ക് വഴി എടുക്കുകയാണെങ്കിൽ ലോണ് ഡിസ്പേഴ്സ് ചെയ്താൽ ഉടനെ നിങ്ങൾ പേ ബാക്ക് ചെയ്ത് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി കൊളാറ്ററലായിട്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ലോൺ എടുക്കുക. പ്രൈവറ്റ് ബാങ്കുകൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ മാത്രമല്ല നിങ്ങളുടെ പേരൻസിൻ്റെ പേ ബാക്ക് കേപ്പബിലിറ്റിയും കൂടെ നോക്കിയിട്ടാണ് ലോൺ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും ഒരു ബെറ്റർ ഹാൻഡ് നിങ്ങൾക്ക് ഈ ലോൺ ആക്സസ് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങൾ ലോൺ എടുക്കുന്ന കണക്കിരിക്കും കേട്ടോ.
തിരിച്ചടയ്ക്കേണ്ട EMI എന്ന് പറയുന്ന സാധനം. ഞാൻ എൻ്റെ മകൾ അയച്ച എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ മകൾക്ക് ഞാൻ ഏതാണ്ട് 50 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുത്തത്. തിരിച്ചടവ് വരുന്നത് ഏതാണ്ട് 55,000 രൂപയാണ്. അവർ എനിക്ക് തന്നേക്കുന്ന സമയം 15 മാസവും പിന്നെ 25 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചടയ്ക്കാനുള്ളത്. അപ്പോൾ ഇതാണ് എത്രയാണ് എമൗണ്ട്, എങ്ങനെയാണ് ഈ എമൗണ്ട് ആക്സസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഈ എമൗണ്ട് കേട്ട് ഞെട്ടണ്ട കേട്ടോ. ഒറ്റ അടിക്കായിരിക്കില്ല നിങ്ങൾ ഈ എമൗണ്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഗ്രൗണ്ട് ക്ലാസ് ഏതാണ്ട് 6 മാസത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 3-4 മാസത്തോളം ഉണ്ടാവും. അപ്പോൾ അത്രയും സമയം കൊണ്ടായിരിക്കും നിങ്ങൾ ഗ്രൗണ്ട് ക്ലാസ്സിൻ്റെ എമൗണ്ട് അടയ്ക്കുക. ഫ്ലൈയിങ്ങിന് നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പോവുക. അപ്പോൾ ലോൺ ഇഷ്യൂ ആവുകയാണെങ്കിൽ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിസംബേഴ്സ് ആവും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആസ് ഫാർ ആസ് യു ക്യാൻ ഫൈൻഡ് എ ജോബ്, യു ആർ സേഫ്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, പൈലറ്റുമാർക്ക് എത്ര ശമ്പളം കിട്ടും? ഈ ശമ്പളം വെച്ചിട്ട് EMI അടയ്ക്കാൻ പറ്റുമോ? ഇതൊക്കെയല്ലേ. നമുക്ക് ആദ്യം എയർലൈൻ പൈലറ്റിൻ്റെ ശമ്പളങ്ങൾ നോക്കാം. ബേസിക് ഐഡിയ ഞാൻ തരാം കേട്ടോ. എക്സാക്റ്റ് ഇതാണെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് അടിക്കരുത്, അതെങ്ങനെ ശരിയാവും, ആകാശ എയറിൽ ഇത്രയാണല്ലോ എന്ന്. ഞാനൊരു ജനറൽ ഐഡിയ പറയുകയാണ്. ജനറലി ഫസ്റ്റ് ഓഫീസർ ആയിരിക്കും നമ്മൾ, ജൂനിയർ ഫസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുക. ജൂനിയർ ഫസ്റ്റ് ഓഫീസർ പൊസിഷൻസ് എല്ലാം ഒരു 1.5 മുതൽ ഒരു 2.8 വരെയൊക്കെ, 2.8 lakhs പെർ മന്ത് വരെയൊക്കെ പോവാം. അത് ഡിഫർ ചെയ്യും കേട്ടോ, ഏത് എയർക്രാഫ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫ്ലൈയിങ് അവേഴ്സ്. കാരണം ഇവർക്കൊരു ബേസിക് പേ ഉണ്ടാവും. ആ ബേസിക് പേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്പർ ഓഫ് ഫ്ലൈയിങ് അനുസരിച്ചായിരിക്കും, നമ്പർ ഓഫ് അവേഴ്സ് ഫ്ലോൺ അനുസരിച്ചായിരിക്കും നമുക്ക് സാലറി കിട്ടുക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഫസ്റ്റ് ഓഫീസറൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഫസ്റ്റ് ഓഫീസറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3.5 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സീനിയർ ഫസ്റ്റ് ഓഫീസർ ആവും. സീനിയർ ഫസ്റ്റ് ഓഫീസർ ആവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും 5 താഴെ അപ് ടു 5 lakhs വരെ നമുക്ക് കിട്ടാം. പിന്നെ നമ്മൾ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ, അതായത് ATPL എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ലൈസൻസ് ഉണ്ട്. അതായത് ATPL എന്ന് പറയുന്നൊരു ലൈസൻസ് ഉണ്ട്, എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് എന്ന് പറയും. അതായത് CPL എടുത്തതിന് ശേഷമാണ് സാധാരണഗതിയിൽ അതെടുക്കുക. പക്ഷേ യൂറോപ്പിൽ ATPL തിയറി നമ്മൾ ആദ്യമേ പാസ്സാവണം. ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ATPL എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതിൻ്റെ തിയറി നമ്മൾ പാസ്സാവണം. പിന്നെ ഏതാണ്ട് 1500 മണിക്കൂർ നമ്മൾ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്റ്റൻ ആവാം, കമാൻഡർ ആവാം. അപ്പോൾ നമ്മൾ കമാൻഡർ ആയിക്കഴിഞ്ഞാൽ, ഒരു എയർക്രാഫ്റ്റിൻ്റെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി റേഞ്ച് 8 തൊട്ട് മേളിലോട്ടാണ്. അത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെ പോകും. ഞാൻ ഈ മാസത്തെ കണക്കാണ് പറയുന്നത് കേട്ടോ. 15 ലക്ഷം രൂപ വരെ പോവാം. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്താൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. ഏറ്റവും മിനിമം. ഡെഫിനറ്റ്ലി അതിനേക്കാളും കൂടുതൽ കിട്ടും. പക്ഷേ ഈ മിനിമം പിടിക്കുകയാണ്. ഇനി നിങ്ങൾ മാക്സിമം ലോൺ എടുത്താലും നിങ്ങൾ കാഡറ്റ് പ്രോഗ്രാം അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ, കാഡറ്റ് പ്രോഗ്രാം ആണെങ്കിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വരും അടവ്. പക്ഷേ നിങ്ങൾ കൺവെൻഷനലാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയാൽ നിങ്ങളൊരു 75,000 രൂപ അടയ്ക്കേണ്ടി വരും മാസം മാക്സിമം. അതിൽ കുറച്ചെടുക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് വരുള്ളൂ. അപ്പോൾ എനിക്ക് 55,000 രൂപയാണ് ഞാൻ അടയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ 75,000 രൂപ വരെ ആയിരിക്കും മാക്സിമം അടയ്ക്കുക. അപ്പോൾ 1.5 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം 75,000 രൂപ അടച്ചു പോവാം. നിങ്ങൾക്ക് നിങ്ങളുടെ EMI അടച്ചു പോകാം. എന്നിട്ട് നിങ്ങളൊരു ഒരു സീനിയർ ഫസ്റ്റ് ഓഫീസറോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസറോ ഒക്കെ ആയി നിങ്ങളുടെ സാലറി 3.5 ലക്ഷം 4 ലക്ഷമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചിട്ടിക്ക് ചേരും. എന്നിട്ട് ആ ചിട്ടി പൊട്ടിച്ച് മാക്സിമം പൈസ അടച്ച് എത്രയും പെട്ടെന്ന് ആ ലോൺ അടച്ച് തീർക്കുക. എനിക്കറിയാം ചില പേരൻസ് ഇപ്പം നോക്കുന്നുണ്ട്, സാർ എയർലൈൻ പൈലറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? ഡോണ്ട് വറി. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്, എയർലൈൻ പൈലറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതായത് CPL എടുത്തു, ഇനി ഞാൻ എയർലൈനിൽ വർക്ക് ചെയ്യുള്ളൂ, അങ്ങനൊരു വാശിയൊന്നും നമുക്ക് വേണ്ട. പാസ്സായ ഉടനെ ഏത് ഗ്രൗണ്ട് സ്കൂളിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ട് കയറാമോ അവിടെ കയറണം.
അതിനകത്ത് ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. നമ്മൾ 4 പേരെ പഠിപ്പിക്കുമ്പോൾ ആ നോളജ് നമ്മളിൽ ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ഒന്നും കൂടെ ലേൺ ചെയ്യാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. നമ്മളൊരു 6-7 മാസം കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാവും. നമ്മൾ ഒരുപാട് വേറെ കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഗ്രൗണ്ട് സ്കൂൾ ഇൻസ്ട്രക്ടർ ആവുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാലറി കുറവായിരിക്കും, പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ്, ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ല, കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. നിങ്ങൾക്ക് EMI അടച്ചു പോകാനുള്ള സാലറി ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ CPL എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രൗണ്ട് ഇൻസ്ട്രക്ടർ ആവാൻ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിം ഇൻസ്ട്രക്ടർ ആവാൻ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് EMI അടയ്ക്കാനുള്ള പൈസ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾ പതുക്കെ എയർലൈനിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു പൈലറ്റ് ആവാം. ഇനി നമുക്ക് എങ്ങനെയാണ് എയർലൈൻ ഒരു പൈലറ്റിനെ സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ നമുക്ക് ഡയറക്റ്റ്ലി പോയി എയർലൈനിൽ അപ്ലൈ ചെയ്ത് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് അവരെ കോക്പിറ്റ് വരെ കൊണ്ടുപോകാൻ എയർലൈനിന് പറ്റില്ല. അവർക്ക് 4 സ്റ്റേജസ് ഓഫ് സെലക്ഷൻ ഉണ്ട്. ആദ്യം അവർക്കൊരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും, നമ്മളത് എഴുതി പാസ്സാവണം. പിന്നെ അവർക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, നമ്മളുടെ സിറ്റുവേഷണൽ അവയർനെസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യും. ഇതിനൊരു ടെസ്റ്റ് ഉണ്ട്, അതിനാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. നിങ്ങളെല്ലാവരും കൂടെ റൂമിനകത്തിരുത്തും, എന്നിട്ടൊരു ടോപ്പിക്ക് തരും. നിങ്ങൾ വിചാരിക്കും പോലെ ഭയങ്കര ടെക്നിക്കൽ ടോപ്പിക്കൊന്നുമില്ല. സോൾട്ട് ഈസ് ബെറ്റർ ദാൻ ഷുഗർ, ഇതായിരിക്കും ഇപ്പോൾ ഒരു ടോപ്പിക്ക്. ഇതിൽ നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തേണ്ടി വരും. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഉദ്ദേശം നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഒരുപാട് പാരാമീറ്റേഴ്സ് അവിടെ മെഷർ ആവും. നിങ്ങളെങ്ങനെയാണ് അസേർട്ട് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ പോയിൻ്റ് മുന്നോട്ട് വയ്ക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം അവർ ഈ പരിപാടിയിലൂടെ അസസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു പാനൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനകത്ത് പൈലറ്റ്സ് മാത്രം ആയിരിക്കില്ല, മാനേജ്മെൻറ്റിൽ നിന്ന് ആൾക്കാർ കാണും, സൈക്കോളജിസ്റ്റ് കാണും. നിങ്ങളുടെ എല്ലാ മൂവ്മെൻറ്റും അവർ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഒരു ജൂനിയർ ഫസ്റ്റ് ഓഫീസർ ആവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പിറ്റേ ദിവസം നിങ്ങൾ പോയി ഫ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ ടൈപ്പ് റൈറ്റഡ് ആണെങ്കിൽ, ടൈപ്പ് റൈറ്റിംഗ് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് പോയിട്ടാണ്, നിങ്ങൾ ടൈപ്പ് റൈറ്റഡ് ആണെങ്കിൽ അവർ നിങ്ങൾ അസസ് ചെയ്യും. നിങ്ങൾ ടൈപ്പ് റൈറ്റഡ് അല്ലെങ്കിൽ നിങ്ങളടുത്ത് ടൈപ്പ് റൈറ്റ് ചെയ്തിട്ട് വരാൻ പറയും. അങ്ങനെ ടൈപ്പ് റൈറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ട്രെയിനിങ്ങുകൾ തരിക. ആ ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 6-7 മാസത്തോളം നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആക്ച്വലി ഒരു എയർലൈൻ കോക്പിറ്റിലിരിക്കുക. ഈ എയർലൈൻ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നമ്മളുടെ സ്കൂളിലാണെങ്കിൽ അത് ഓൾറെഡി നിങ്ങളുടെ പാക്കേജിനകത്തുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് പുറത്ത്, എനിക്ക് തോന്നുന്നു ബോംബെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് സ്കൂൾസ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ട്രെയിനിങ് കൊടുക്കുന്ന സ്കൂൾസ് ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു 1 ലക്ഷം 2 ലക്ഷം രൂപ കൊണ്ട് അവർ ചാർജ് ചെയ്യും. അവിടെ പോയി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസസ് കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പോൾ ഇതാണ് എയർലൈൻ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി എന്താണ് നമ്മളുടെ സ്കൂൾ, അതായത് ദി ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂൾ അല്ലെങ്കിൽ ടാറ്റ്സ് എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആണ്. ഗ്രൗണ്ട് സ്കൂളുണ്ട്, പിന്നെ നമുക്ക് ആക്ച്വൽ ഫ്ലൈയിങ് ഉണ്ട്, പിന്നെ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലൈസൻസ് കൺവേർഷൻ ഉണ്ട്. ഇതെല്ലാം പല ഭാഗങ്ങളാണ്. പലപ്പോഴും കറക്റ്റ് ഗൈഡൻസ് ഇല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവാം, അല്ലെങ്കിൽ അവർ പഠിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ തെറ്റാം, അല്ലെങ്കിൽ ഫൈനൽ അവർ CPL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചില സ്കിൽസ് അവർക്ക് ഇല്ലാണ്ടിരിക്കാം. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സിംഗിൾ സ്ട്രക്ചറൽ ട്രെയിനിങ് മോഡലുണ്ട്. ആ ട്രെയിനിങ് മോഡലിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. പിന്നെ എന്താണ് നമ്മളെ ഫിലോസഫി? വളരെ സിമ്പിളാണ്. എൻ്റെ മോള് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പുള്ളിക്കാരിയെ 1-2 സ്കൂളിലേക്ക് വിട്ടു. ഞാൻ സ്കൂളുകളെ കുറ്റം പറയുന്നതല്ല കേട്ടോ.
സ്കൂളിൽ വിട്ടപ്പോൾ ഞാൻ പൈലറ്റ് ആവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മകൾ പൈലറ്റ് ആവാൻ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഇന്നെന്താണ് അവൾ പഠിച്ചത്? ഇന്ന് മേഘങ്ങളെ പറ്റി പഠിച്ചു, ഓക്കെ ഫൈൻ, നാളെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഞാൻ കൂടെ ഇരിക്കണം, ഞാൻ ഇന്ന് എന്താ പഠിച്ചു എന്ന് പറയുന്ന ക്യൂരിയോസിറ്റിയോടുകൂടി ഞാൻ ഇരിക്കുകയാണ്. ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി സബ്ജക്റ്റിൽ പഠിത്തം നിർത്തി. പിന്നെ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ ഉള്ള പഠിത്തമില്ലേ, അതായത് നമുക്ക് ഒരുപാട് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ പിന്നെയും പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഭാഗം പഠിക്കൂ, ഇത് പരീക്ഷയ്ക്ക് വരും. ആ ഭാഗം പഠിക്കൂ, ഇത് പരീക്ഷയ്ക്ക് വരും. അല്ലെങ്കിൽ ഇതിൽ ഫോക്കസ് ചെയ്യൂ, ഇത് DGCA ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാം. ഇങ്ങനത്തെ ഒരു ആംഗിൾ ഓഫ് ട്രെയിനിങ്ങിലേക്ക് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, DGCA എക്സാമിനേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്കൂളിനെ അവരൊരു എൻട്രൻസ് എക്സാമിനേഷനായിട്ടാണ് കാണുന്നത്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്താൽ നമുക്ക് പറക്കാൻ പോവാം. ആ ഫിലോസഫി കംപ്ലീറ്റ്ലി റോങ് ആണ്. നമ്മൾക്ക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അതായത് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും പ്രേതത്തിനെ പേടിയാണ്. എന്തുകൊണ്ടാണ്? കാരണം പ്രേതത്തിനെ പറ്റി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇല്ല. ഇറ്റ് ഈസ് അൺനോൺ. അതേപോലെയാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് ഡിസൈൻ ടു ഫ്ലൈ. അപ്പോൾ അൺനോൺ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുക? കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതെ നോളജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് നമ്മുടെ എൻറ്റയർ സ്കൂൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ പ്രോഗ്രാമാണ് നമുക്കുണ്ടെന്ന് നോക്കാം. നമ്മളുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ടാറ്റ്സ് 120 എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ടാറ്റ്സ് 120 എന്ന് പറയുന്ന പ്രോഗ്രാമിന് എൻറോൾഡ് ആവണമെങ്കിൽ ഒരു സ്ക്രീനിങ് ഇൻ്റർവ്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, പിന്നെ സ്ക്രീനിങ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എടുക്കുള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. നമ്മളുടെ സർവീസ് എന്ന് പറയുന്നത് 0 അവർ മുതൽ നമ്മളുടെ കാഡറ്റ് എയർലൈൻ കോക്പിറ്റിൽ ഇരിക്കുന്നത് വരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രൗണ്ട് ട്രെയിനിങ് മുതൽ അവർ ഫ്ലൈറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ലൈസൻസ് കൺവേർഷൻ കഴിഞ്ഞ് അവരുടെ എയർലൈൻ പ്രെപ്പ് കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂവിൽ പോയി അത് കഴിഞ്ഞ് അവരൊരു എയർലൈൻ കോക്പിറ്റിൽ ഇരിക്കുന്നത് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെ നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും കൂടെ ഒരു കോൺഫിഡൻസ് വേണം അവരെ കൊണ്ട് അവിടം വരെ എത്താൻ പറ്റുമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്ക്രീനിങ് ഇൻ്റർവ്യൂ ഉണ്ടാകും. എന്താണ് ഈ സ്ക്രീനിങ് ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 14 പാരാമീറ്റേഴ്സിലായിരിക്കും ഒരു സ്റ്റുഡൻറ്റിനെ ടെസ്റ്റ് ചെയ്യുക. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ, സിറ്റുവേഷണൽ അവെയർനെസ്, ഡിസിപ്ലിൻ, സോഷ്യൽ കേപ്പബിലിറ്റീസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഈ ടെസ്റ്റ് അവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് ഉറപ്പാണ്. സ്ക്രീനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ജയിക്കുമോ സർ? പാടാണ്. നമ്മൾ എൻ്റെ കയ്യിലുള്ള ഒരു റിസൾട്ട് അനുസരിച്ച് നമ്മളിപ്പോൾ ജൂൺ ബാച്ചിലത്തേക്ക് വേണ്ടി 25 പേരെ സ്ക്രീൻ ചെയ്തു. അതിനകത്ത് 9 പേരാണ് നമുക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏപ്രിൽ ഒരു ബാച്ചുണ്ട്. മാർച്ചിലെ ബാച്ചായിരുന്നു, അത് ഞാൻ ഏപ്രിലേക്ക് മാറ്റി. അതിന് നമ്മൾ 18 പേരെ സ്ക്രീൻ ചെയ്തതിൽ ആകെ 2 പേരെ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ സ്ക്രീനിങ് കുറച്ച് ടഫായിരിക്കും. ടഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പൈലറ്റ് ആവാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നല്ല, നിങ്ങൾ റെഡിയല്ല, അല്ലെങ്കിൽ നമ്മളുടെ മൊഡാലിറ്റിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഏവിയേറ്റർ ട്രെയിനിങ് സ്കൂളിൻ്റെ സ്ക്രീനിങ് പാസ്സായില്ല, അതുകൊണ്ട് പൈലറ്റ് ആവാൻ പറ്റില്ല, നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മളുടെ മൊഡാലിറ്റിയിൽ നിങ്ങൾ ഫിക്സ് ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ സപ്പോസ് ഈ സ്ക്രീനിങ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ ആദ്യം 5000 രൂപ കൊടുത്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സിസ്റ്റം കിട്ടും. ആ സിസ്റ്റത്തിൻ്റെ ആക്സസിലൂടെ നിങ്ങൾക്ക് കുറേശ്ശെ സബ്ജക്റ്റിനെ പറ്റി പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ കമ്പ്യൂട്ടർ നമ്പർ എടുക്കാം, എങ്ങനെ മെഡിക്കൽ എടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സസ്, നിങ്ങളുടെ ഡേറ്റ്, മെഡിക്കൽ ഡേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സിസ്റ്റത്തിൽ കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ മെഡിക്കൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അസിസ്റ്റൻസ് തരും. അത് കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലാസ്സസ് ഉണ്ടാവും. ഈ ഗ്രൗണ്ട് ക്ലാസ്സസിൽ നമ്മൾ കവർ ചെയ്യുക മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, RTR. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ 4-5 വാല്യൂ ആഡഡ് സബ്ജക്ട്സ് ഉണ്ടാവും. ഈ സബ്ജക്ട്സ് എല്ലാം എയർലൈൻ പൈലറ്റ് ആവാൻ വേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റംസാണ്. ഇതുകൂടാതെ നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ്, അതായത് നിങ്ങളുടെ ഗ്രൗണ്ട് ട്രെയിനിങ് തീരാറാകുമ്പോൾ നിങ്ങൾക്ക് 20 മണിക്കൂർ സിമുലേറ്റഡ് ട്രെയിനിങ് ഉണ്ടാവും. ഞാൻ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാം കേട്ടോ. നമുക്ക് സിമുലേറ്റർ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ മോഡലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്തിരുന്നിട്ട് നമുക്ക് എയർക്രാഫ്റ്റ് റിയലി ഓടിക്കുന്നത് പോലെ തന്നെ ഓടിക്കാം. ഇത് മൂവ് ചെയ്യില്ല, പക്ഷേ അതേ ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ഡിവൈസ് നമ്മൾക്ക് സാധാരണഗതിയിൽ ഈ ഡിവൈസ് ഫെമിലിയറൈസേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഇങ്ങനെയാണ് എയർക്രാഫ്റ്റ് ഇരിക്കുക, ഇങ്ങനെയാണ് അതിൻ്റെ കോക്പിറ്റ് ഇരിക്കുക, ഇതിനൊക്കെ വേണ്ടിയുള്ള ഫെമിലിയറൈസേഷനാണ്. നമുക്കങ്ങനെയല്ല. നമുക്ക് ആക്ച്വൽ ഫങ്ഷണൽ ട്രെയിനിങ് അതിനകത്ത് നടക്കുകയാണ്. എൻ്റെ സ്റ്റുഡൻസ് അതിനകത്തായിരിക്കും ടാക്സി ചെയ്യാൻ, അതായത് എയർക്രാഫ്റ്റ് മൂവ് ചെയ്യാൻ, റൺവേ കൂടെ മൂവ് ചെയ്യാൻ പഠിപ്പിക്കുന്നതൊക്കെ ഈ സിസ്റ്റത്തിനകത്താണ്. അവർക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ, ടേൺസ് നടത്താൻ, ലെവൽ ഓഫ് ചെയ്യാൻ, സർക്യൂട്ട്സ് ചെയ്യാൻ ഒക്കെ ഈ പറയുന്ന സിമുലേറ്ററിനകത്തായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യുക. ഏതാണ്ട് 20 മണിക്കൂറോ 25 മണിക്കൂറോ ഉണ്ടാവും. ഫസ്റ്റ് 20 മെനുവേഴ്സ് നമ്മൾ പഠിപ്പിച്ചിട്ടായിരിക്കും അവരെ വിടുക. അത് എങ്ങോട്ടാണോ നമ്മൾ ഏത് പാർട്ട്ണർ സ്കൂളിലാണോ പോകുന്നത്, ആ പാർട്ട്ണർ സ്കൂളിൻ്റെ ഫ്ലൈറ്റ് ട്രെയിനിങ് മാനുവൽ അനുസരിച്ചായിരിക്കും അവർ ഈ സിമ്മിനകത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തിനാ സാറേ അങ്ങോട്ട് പോവില്ലേ, അതിന് പിന്നെ എന്തിനാണ് അങ്ങനെ? ഇതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ എത്ര കൂടുതൽ നിങ്ങൾ പറക്കുന്നോ അത്ര കൂടുതൽ നിങ്ങൾ കാശ് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങളൊരു മാനുവർ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, പക്ഷേ നിങ്ങൾ അത് ചെയ്തിട്ട് കറക്റ്റായില്ല. അപ്പോൾ അവർ റെമഡിയൽ ഫ്ലൈയിങ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഫ്ലൈ ചെയ്യിപ്പിക്കും. ഈ എക്സ്ട്രാ ഫ്ലൈ ചെയ്യിപ്പിക്കുന്നതിന് നിങ്ങൾ കാശ് കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫീസിൽ നിന്നും കൂടുതലായി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ആരും ഈ ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് ഒരു എൻട്രൻസ് എക്സാമിനേഷനായിട്ട് കാണരുത് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? കാരണം നിങ്ങൾ ജസ്റ്റ് പരീക്ഷ എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന് വിചാരിച്ചാണ് പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാളെ ഫ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ CFI അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്ട്രക്ടർ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളെ ഫ്ലൈറ്റ് നടക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് പ്ലാനിനെ പറ്റിയോ അല്ലെങ്കിൽ വെയിറ്റ് ആൻഡ് ബാലൻസിനെ പറ്റിയോ ഒക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ വണ്ടറടിച്ച് നിന്നാൽ പുള്ളി ചെറുതായിട്ടൊന്ന് പേടിക്കും. അപ്പോൾ പുള്ളി കൂടുതൽ ടൈം എടുക്കും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറക്കാൻ, സോളോ റിലീസ് തരാൻ നിങ്ങൾക്ക് കൂടുതൽ ടൈം എടുക്കും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എൻ്റെ സ്റ്റുഡൻസ് ഇപ്പോൾ വേഴ്സസിലുണ്ട്. അവർക്കിപ്പോൾ എല്ലാവർക്കും സോളോ റിലീസ് വരാൻ പോവാണ്. 3 പേർക്ക് ഓൾറെഡി ആയി. അതിൽ പലരും 12 മണിക്കൂറും 11 മണിക്കൂറുമാണ് ആയിരിക്കുന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് സോളോ ചെയ്യണമെങ്കിൽ ഒരു അത്യാവശ്യം ഗുഡ് എമൗണ്ട് ഓഫ് നോളജ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു. പിന്നെ അതേപോലെ തന്നെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഒരു സിമുലേറ്ററിലാണെങ്കിൽ പോലും ഇറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു. അപ്പോൾ നിങ്ങൾ ഇത്രയും ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാർട്ട്ണർ സ്കൂളിലേക്കാണോ, ഇപ്പം സെർബിയ ആണെങ്കിൽ സെർബിയ, ഇപ്പം നമ്മൾ പുതിയൊരു സ്കൂൾ, ഒരു യൂറോപ്യൻ ഡെസ്റ്റിനേഷനിൽ ഒരു പുതിയൊരു സ്കൂൾ ആഡ് ചെയ്യാൻ പോവുകയാണ്, അങ്ങോട്ടേക്കാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്കുള്ള പ്രിപ്പറേഷണൽ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ലോണിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻസ് തരും. എങ്ങനെയാണ് ലോണിന് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഏത് ഡോക്യുമെൻറ്റ്സ് കൊടുക്കും, മാനേജേഴ്സുമായിട്ടുള്ള കോർഡിനേഷൻ, ഓൾ ഓഫ് ദാറ്റ് വിൽ ബി ഗിവൺ ടു യു. അത് കഴിഞ്ഞ് നിങ്ങൾ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോകും. സാധാരണഗതിയിൽ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മളുടെ സ്കൂള് ഫങ്ഷൻ ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. നമ്മളൊരു റെഫറൻസ് കമ്മീഷൻ മേടിച്ച് നിങ്ങൾ പറഞ്ഞേക്കല്ല. നമ്മൾ ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾ അയക്കുന്നത് ആ സ്കൂളിൻ്റെ റിസോഴ്സസ്, ഇൻഫ്രാസ്ട്രക്ചർ, ടീച്ചേഴ്സ് ഇതെല്ലാം നമ്മൾ റെൻറ്റിനെടുത്തേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഹയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 കോൺട്രാക്ട്സ് ഉണ്ട്. അതിനകത്ത് ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ പാർട്ടി എഗ്രിമെൻ്റാണ്. നമ്മൾ സ്കൂള്, നമ്മൾ 3 പേരും ആ കോൺട്രാക്റ്റിനകത്ത് പാർട്ടി ആയിരിക്കും. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാനോ എൻ്റെ റെപ്രസെൻറ്റേറ്റീവോ, എനിക്ക് യൂറോപ്പിൽ 2 കൺസൾട്ടൻസ് ഉണ്ട്. ഒരാൾ അഡ്വാൻസ്ഡ് ഏവിയേഷൻ കൺസൾട്ടൻ്റാണ്, വേറൊരാൾ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറാണ്. ഇവർ 2 പേരും ഉണ്ട് എനിക്കവിടെ. ഒന്നേ അവരുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ സ്റ്റുഡൻസ് പോയപ്പോഴത്തേക്കും ഞാൻ പേഴ്സണലിയാണ് പോയത്. ഇടയ്ക്ക് വെച്ച് എൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആരോ പറയുന്നുണ്ടായിരുന്നു, സാറിൻ്റെ മോളുണ്ടായതുകൊണ്ടായിരിക്കും സാറ് പോയതല്ലേ. എൻ്റെ മോള് പിന്നെയാണ് വന്നത്.
എൻ്റെ മോൾക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു, കാരണം ലോൺ അപ്രൂവ്ഡ് ആയിട്ടില്ലായിരുന്നു. എൻ്റെ ബാക്കിയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞാൻ പോയത്. പിന്നെ മോള് വന്നതൊരു ഭയങ്കര ഭാഗ്യം. അതേപോലെ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് വേറൊരു രാജ്യത്തേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ എത്തും, അവരെക്കാളും മുമ്പേ എത്തും. ഏതാണ്ട് 20 ദിവസത്തോളം അവിടെ സ്റ്റേ ചെയ്യും. അവരവിടെ വന്നതിന് ശേഷം അവരുടെ മെഡിക്കൽ ക്ലിയറായി, കാരണം മെഡിക്കൽ ക്ലിയർ ആയില്ലെങ്കിൽ അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെഡിക്കൽ ക്ലിയറായി അവരുടെ ക്ലാസ് ഇൻഡക്ഷൻ നടക്കുന്നത് വരെ ഞാനവിടെ നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരിക. അപ്പോഴും നമുക്ക് അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. പാസ്റ്ററൽ കെയറിൽ എന്തെങ്കിലും അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ആൾ ഡെഫിനറ്റ്ലി ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഏത് സ്കൂളിൽ പോയാലും അവിടുത്തെ ഫ്ലൈറ്റ് ലോഗർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് അവരുടെ ലോഗ് ചെയ്യുന്ന ഫ്ലൈറ്റ് അവേഴ്സ് ലോഗ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ആക്സസ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് എത്ര മണിക്കൂറാണ് ട്രെയിൻ ചെയ്യുന്നത്, എന്ത് മാന്യൂറാണ് പഠിപ്പിക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ ബ്രീഫിങ്ങും നമുക്ക് റിയൽ ടൈമിൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഫങ്ഷനാലിറ്റി നടക്കുക. ഇനി നിങ്ങൾ ഏത് സ്കൂളിലാണോ പോകുന്നത്, നിങ്ങൾ യൂറോപ്യൻ സ്കൂളിലാണ് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രെയിനിങ് 13 മുതൽ 15 മാസം വരെ ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് വരിക. നിങ്ങളെ ട്രെയിനിങ്ങിൻ്റെ കാലഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ് 3 തവണയെങ്കിലും ഞാനോ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ വരും. നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ നിങ്ങളുടെ ലോഗ് ബുക്ക്, നിങ്ങൾ ഫ്ലൈ ചെയ്തേക്കുന്ന ലോഗ് ബുക്ക് DGCA റിക്വയർമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലെത്തിയാൽ നിങ്ങളുടെ ലൈസൻസ് കൺവേർഷൻ നടത്താനും നമ്മൾ തന്നെയായിരിക്കും സഹായിക്കുക. അതിൻ്റെ പ്രോസസ്സെല്ലാം നമ്മൾ തന്നെ ചെയ്യും. നിങ്ങളാകെ പഠിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നിങ്ങൾ ലൈസൻസ് കൺവേർട്ട് ചെയ്ത് DGCA ലൈസൻസ് ആക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ IASA ലൈസൻസും കാണും, DGCA ലൈസൻസും കാണും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലൈസൻസ് കൺവേർട്ടായി കിട്ടി, ഇനി നിങ്ങൾ എയർലൈൻ പ്രെപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എയർലൈൻ പ്രെപ്പ് എന്ന് പറയുന്ന പരിപാടിയും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് തരുക. അതായത് നിങ്ങൾ സൈക്കോമാട്രിക് ടെസ്റ്റ് നിങ്ങളുടെ നടത്തുക അഡപ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലായിരിക്കും. നമുക്ക് അഡപ്റ്റ് സോഫ്റ്റ്വെയർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ 0 അവർ തൊട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് EBT എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്, എവിഡൻസ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. അത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. എൻറ്റയർ പ്രോസസ് ഇസ് കൺട്രോൾഡ് ബൈ ദാറ്റ് സിസ്റ്റം. ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ് നടക്കുക. ഈ എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ TATS 120 പ്രോഗ്രാം എന്ന് പറയുന്നത്. എനിക്കറിയാം എന്താണ് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. സാർ, ഞാൻ ഓൾറെഡി ഗ്രൗണ്ട് ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ പിന്നെ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ. ദർ ഈസ് സംതിങ് കോൾഡ് ഫ്ലൈ ഡയറക്റ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതുവഴി നിങ്ങൾ മെറ്റീരിയോളജി നാവിഗേഷൻ റെഗുലേഷൻ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീനിങ് എക്സാമിനേഷനും ഒരു സ്ക്രീനിങ് ടെസ്റ്റും ഉണ്ടാവും. ഈ രണ്ടും ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ത്രൂ ഫ്ലൈറ്റ് ട്രെയിനിങ് ആക്സസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ എല്ലാത്തിനും പേ ചെയ്യേണ്ടി വരും. ലൈക്ക് ഫ്ലൈറ്റ് ട്രെയിനിങ് സെപ്പറേറ്റ്ലി പേ ചെയ്യേണ്ടി വരും, കൺവേർഷന് സെപ്പറേറ്റ്ലി, എയർലൈൻ പ്രെപ്പിനൊക്കെ സെപ്പറേറ്റ്ലി പേ ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ബട്ട് അതർവൈസ് ഇറ്റ് ഈസ് എ സെയിം ട്രെയിനിങ്, ഇറ്റ് ഈസ് എ സെയിം തിങ്. ഇതാണ് നമുക്കുള്ള 2 പ്രോഗ്രാം. ഇതല്ലാതെ നമുക്ക് TAP 50 എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പാർട്ട്ണർ സ്കൂൾസ് നമ്മൾ അറിയിക്കും, ഓക്കെ നമുക്ക് 3-4 ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടേഴ്സിനെ വേണം ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ട് അറിയിക്കും. അപ്പോൾ നമ്മൾ ലോക്കലി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ 0 അവർ തൊട്ട് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ടി പഠിപ്പിക്കും. അപ്പോൾ അവർ അവരുടെ ഫ്ലൈറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യും. ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് കഴിഞ്ഞ് അവരവിടെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യും. 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം അവർ ഏതാണ്ട് 1500 മണിക്കൂറോളം ഫ്ലൈ ചെയ്യും ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ട്. അത് കഴിഞ്ഞ് അവർക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാം. അല്ല അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് അവിടുത്തെ ഇന്ത്യൻ ലോക്കൽ എയർലൈൻസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ദേ കുഡ് ഡു ദാറ്റ്. ഇതാണ് നമുക്ക് 3 പ്രോഗ്രാം. ഇതിനകത്ത് TAP 50 എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്ന, പാർട്ട്ണർ സ്കൂൾസ് ആണ് ഡിസൈഡ് ചെയ്യുക എത്ര സീറ്റുണ്ട്. അപ്പം നമുക്ക് വർഷസിൽ 2 സീറ്റ് ഉണ്ടായിരുന്നു, അത് ഓൾറെഡി പോയി. ഈ വർഷം ഇനി ഉണ്ടോ എന്നറിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്ന പൈലറ്റിങ്ങിനെ പറ്റിയുള്ള അത്യാവശ്യ ഇൻഫർമേഷൻ എല്ലാം ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാർ എല്ലാ വെബിനാറിലും സാറിനെ പറ്റി ഒന്നും പറയാറില്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒന്നും പറയാറില്ല.
ഇതാ എനിക്കറിയാമെന്നുള്ള നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കറിയാം ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന്. നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും 7 മണിക്ക് നമ്മൾ വെബിനാർ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആ വെബിനാറിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ വെച്ച് ചോദിക്കാം. പിന്നെ സ്റ്റുഡൻസിനോട് എനിക്ക് പെർട്ടിക്കുലർലി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളെ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ അറിയില്ല മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത്, അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. ഞാൻ ഒരു അച്ഛനാണ്, എനിക്ക് 100 ചോദ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ പേരൻസുമായിട്ട് ഷെയർ ചെയ്യുക. ഐ തിങ്ക് ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അവർക്ക് അത്യാവശ്യം ഇൻഫർമേഷൻ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ വെബിനാറിൽ വിളിച്ചുകൊണ്ട് വരിക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. പിന്നെ എനിക്കറിയാം ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് പേര്, ഒരുപാട് ഏജൻസ് നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യണം, നാളെ ജോയിൻ ചെയ്യണം, ലോകം അവസാനിക്കും. നത്തിങ് ലൈക്ക് ദാറ്റ്. ടേക്ക് യുവർ സ്വീറ്റ് ടൈം. ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. 1-2 രൂപയുടെ കളിയല്ല, ഒരുപാട് പൈസയുടെ കളിയാണ്. അപ്പോൾ നിങ്ങൾ സമയമെടുത്ത് തീരുമാനിച്ചാൽ മതി. ഇന്ത്യയിൽ ഇഷ്ടം പോലെ സ്കൂളുകളുണ്ട്. ഒരു സ്കൂള് ഇല്ലെങ്കിൽ വേറെ സ്കൂളുണ്ട്. ഡോണ്ട് വറി. ടേക്ക് യുവർ ടൈം ആൻഡ് ഡിസൈഡ് വെരി കാംലി. ഇനി എന്താണ് മക്കളെ, പൈലറ്റ് ആവണോ ഡോക്ടറായോ പോരെ എന്ന് പറയുന്ന പേരൻസിനോട് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് കേട്ടോ. പൈലറ്റ് ആവാനാണ് അവർക്ക് ആഗ്രഹമെങ്കിൽ പൈലറ്റ് ആവാൻ കൂടുതൽ പൈസയാവും, ഡോക്ടർ ആവാൻ അത്രയും ആവില്ല എന്ന അസംഷനിൽ വേണ്ടാന്ന് പറയണ്ട. കാരണം ഒരു ഡോക്ടർ ആവാൻ ആക്ച്വലി ഏതാണ്ട് അത്രയും തന്നെ പൈസയാവും. 50 മുതൽ എനിക്ക് തോന്നുന്നു 1.3 crores അടുപ്പിച്ചായിരിക്കും ഒരു ആവറേജ് ഒരു ഡോക്ടർ ആവാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഡോക്ടർ ആയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതാണ്ട് 5 വർഷം എടുക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മളൊരു 30,000 ആയിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് സാലറി. നമ്മൾ ഫൈനലി ഒരു 5 ലക്ഷമൊക്കെ മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലൊരു എനിക്ക് തോന്നുന്നു 10 വർഷമെങ്കിലും എടുക്കും എന്നെനിക്ക് തോന്നുന്നു. എന്നാൽ പൈലറ്റ് ആവാൻ ഏതാണ്ട് 2.5 വർഷമായിരിക്കും നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബെറ്റർ സാലറിയും ബെറ്റർ ലൈഫും ഒക്കെ കിട്ടും. യെസ്, ഇറ്റ് ഈസ് ഹൈലി സ്ട്രെസ്ഫുൾ. അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അവരുടെ പാഷൻ അതാണെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട്. താങ്ക് യു.